സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ മഷ്ഹൂദ് BHMS DFQ, റിട്ടയർഡ് മെഡിക്കൽ ഓഫീസർ, ആയുഷ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ്, കേരള. 30 വർഷത്തിലകം ചികിത്സാ അനുഭവങ്ങൾ, അൺവീൽഡ് മൈക്രോ സീക്വൽസ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ്, മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങൾ എന്നീ 2 പുസ്തകങ്ങളുടെ രചയിതാവ്. കൃഷിയും ഹോമിയോപ്പതിയും എന്ന വിഷയത്തിൽ റിസർച്ച് ഇഷ്ടകാര്യം. ഇന്ന് നമുക്ക് ഡോക്ടറുടെ അൺവീൽഡ് മൈക്രോ സീക്വൻസ് ഓഫ് ഹോമിയോ ആൻഡ് ഹെർബൽസ് എന്ന പുസ്തക പരിചയത്തിന്റെ 2ാം ഭാഗമാണ് ക്ലാസ് ആയിട്ട് എടുക്കുന്നത്. ഇതിലേക്കായി ഡോക്ടർ മഷ്ഹൂദ് ഡോക്ടറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. അജിന് ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയായിരുന്നു. ഹലോ, കാണാം സർ, കാണാം. ഹലോ. തുടങ്ങാം സാർ. തുടങ്ങാം. ഓക്കെ ഡോക്ടർ. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ 1701 ഈ സൂം വെബിനാറിൽ എനിക്ക് അവസരം തന്ന ഈ ഫോറത്തിന്റെ എല്ലാ ഭാരവാഹികളോടും ഉള്ളതും ഇതില് ഇന്ന് പങ്കെടുക്കുന്ന എല്ലാ മഹത് വ്യക്തികൾക്കുമായി എൻ്റെ നമസ്കാരം. ഞാൻ ഈ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ എൻ്റെ പുസ്തകത്തിന്റെ തന്നെ 1ാം ഭാഗം, കുറച്ച് ഭാഗം ഞാൻ പറയുകയുണ്ടായി. ഈ പുസ്തകത്തിന്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം, ഞാനൊരു ഉദ്ദേശിച്ചിട്ടുള്ളത് കുറച്ച് ഔഷധ സസ്യങ്ങളിലും നമ്മുടെ ഹോമിയോ ഔഷധങ്ങളിലും പിന്നെ കുറച്ച് പച്ചക്കറികളിലും പഴങ്ങളിലും ഒക്കെ കണ്ട കുറച്ച് ധാതുക്കളുടെ ക്രിസ്റ്റലുകൾ അഥവാ പരലുകൾ, അവയുടെ സവിശേഷമായ സ്വഭാവവും അവയുടെ ചിത്രങ്ങളും ഭംഗിയായി ചിത്രീകരിച്ച് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഏതോ ഒരാളിങ്ങനെ വന്ന് കയറുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ എന്നെ കേൾക്കാമോ? കേൾക്കാം. വേറൊരാള് ഇതിനകത്ത് ഇങ്ങനെ പോസ്റ്റിന്റെ പേരിൽ വന്നുകൊണ്ടിരിക്കുന്നു. കേൾക്കാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. പിന്നെ അപ്പൊ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ കാര്യത്തിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ ഈ ആധുനിക വൈദ്യശാസ്ത്രം ഒഴിച്ച് മറ്റ് യുനാനി, ആയുർവേദ, സിദ്ധ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം തന്നെ മിക്കവാറും ഈ ഔഷധങ്ങളായിട്ട് നാം ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നാണ്. മിക്കവാറും എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അക്സോമിക്ക അല്ലെങ്കിൽ കാഞ്ഞിരത്തിന്റെ ഇത്, ഇപ്പൊ ബ്രസീലിൻ നട്ട് എന്ന് പറഞ്ഞ് ബ്രസീലിൽ നിന്ന് ഉള്ള ഒരു ഔഷധ മരത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാലും ഇപ്പൊ കാഞ്ഞിരം ഉപയോഗിക്കാത്ത മരുന്നുകള് വൈദ്യശാസ്ത്ര സമ്പ്രദായം കുറവാണ്, ഒന്നും തന്നെ കാണില്ല. എല്ലാ ഔഷധ പദാർത്ഥങ്ങളും ഈ എല്ലാ വൈദ്യശാസ്ത്രവും പല രൂപത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏത് വിധത്തിലാണ് ഇത് ഉപയോഗിക്കുമെങ്കിലും ഇതിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒന്നായിരിക്കും. രോഗത്തിന്റെ അവസ്ഥയിൽ ശരീരത്തിൽ നമുക്ക് ആവശ്യമായത് എന്തോ അത് കിട്ടുന്നതിന് എങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് വൈദ്യശാസ്ത്രങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ മഹാനായ ഗുരുനാഥൻ ഡോക്ടർ സാമുൽ ഹനിമാൻ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതായത് എങ്ങനെ ഈ മരുന്നുകളെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് പ്രയോഗിക്കാം ലളിതമായി, എത്ര കൊടുത്ത വിഷത്തെയും ലളിതമായി എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ള ആ ഒരു പുനരൈസേഷൻ അഥവാ
പവർ വൽക്കരിക്കൽ, ശക്തിവൽക്കരിക്കൽ എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായം അദ്ദേഹം നമുക്ക് പ്രദാനം ചെയ്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ ഇതുപോലെ തന്നെ മറ്റൊന്നാണ്, ഈ വൈദ്യശാസ്ത്രത്തിന് ഇത് സൂക്ഷിച്ചു വെക്കുന്നതിനും മറ്റും സാധിക്കണമെന്നുള്ളതാണ്. ഇപ്പൊ രണ്ടാമതായിട്ട് നമ്മുടെ ഔഷധ സസ്യങ്ങളെ, ഔഷധ ഘടകങ്ങളെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളെ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയാലും ആ കാലം കുറെ നാളത്തേക്ക് അത് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു മാർഗം നമുക്ക് ഉണ്ടായിരിക്കണം. ഈ ഓരോ വൈദ്യശാസ്ത്രത്തിലും ഇത് ഓരോ രീതിയിലാണ് ഇത് സൂക്ഷിച്ചു വെക്കുന്നത്. ഇപ്പൊ മെർക്കുറി, ഗോൾഡ്, കോപ്പർ, അതായത് ചെമ്പ്, സിങ്ക്, ഇതൊക്കെ ഉപയോഗിക്കാത്ത ഒരു വൈദ്യശാസ്ത്രവും ഇല്ല. എല്ലാ ശാസ്ത്രത്തിലും ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവയെ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇവയെ പ്രോസസ്സ് ചെയ്യുന്നതിനൊക്കെ ഓരോരോ മാർഗങ്ങൾ ഓരോന്നിലും അവലംബിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയേറെ ഫൈൻ പൗഡറായിട്ട് ഗ്രൈൻഡ് ചെയ്തു, അതിനെ ഷുഗർ മിൽക്കുമായിട്ട് ചേർത്ത് ഗ്രൈൻഡ് ചെയ്തു, പൊട്ടൻറ്റൈസ് ചെയ്യുന്നതിന്, പിന്നെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തു, അതിനെ വീണ്ടും നമ്മൾ സ്പിരിറ്റ്, ഹയർ ആയിട്ടുള്ള സ്പിരിറ്റിൽ ചേർത്ത് നമുക്ക് ഡയലൂട്ട് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു മാർഗമാണ് നാം സാധാരണ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് ഉള്ള ഓരോ പ്രോസസ്സിംഗ് മെത്തേഡിൽ മാത്രമേ ഈ വസ്തുക്കൾ തമ്മിൽ ഈ ഔഷധത്തിന്റെ വിവിധ ഔഷധ പ്രയോഗങ്ങളിൽ വ്യത്യസ്തമായി കാണുന്നുള്ളൂ. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഔഷധ സസ്യങ്ങൾ എന്ന് പറയുന്നത് ഈ കേരളത്തിന്റെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, കേരളത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മറുഭാഗം വരെ സഞ്ചരിച്ചാൽ എല്ലാ തീരപ്രദേശങ്ങളിലും ഈ റോഡിന്റെ സൈഡിൽ ഇരുവശവും ഒരേപോലുള്ള കുറേ ഔഷധങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഔഷധ സസ്യങ്ങളെ എല്ലാം നമുക്ക് എന്താണ് ഗുണം, എന്തിനാണ് ഒക്കെ ഉള്ളതാണോ അല്ലെങ്കിൽ എന്തിനാണ് പ്രയോഗിക്കുന്നത്, അത് ഓരോരോ പ്രദേശത്ത് ഓരോന്നിനായിരിക്കും ഉപയോഗിക്കുന്നത്. അതിന് വലിയ കാര്യമില്ല. ഇപ്പം എന്നാലും പൊതുവെ ഇതെല്ലാം തന്നെ ഒരു ഒറ്റമൂലി പോലെ പ്രയോഗിക്കാവുന്ന ഔഷധ വസ്തുക്കളാണ്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാ വസ്തുക്കളും ഔഷധ ഗുണമുള്ളവയാണ്. ഇപ്പൊ പച്ചക്കറികളിലെ ഇലകൾ എടുത്താലും ശരി, സാധാരണ ഔഷധ സസ്യങ്ങളുടെ ഇലകൾ എടുത്താലും ശരി, അപ്പൊ ഗ്രീൻ ലീവ്സ്, അതായത് സസ്യങ്ങളാണോ അവയുടെ ലീവ്സിലും തണ്ടിലും പൂവിലും ഒക്കെ അതിൻ്റെതായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ലവണങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങൾ, അതിനെ ഈ ഫൈറ്റോ കെമിക്കൽസ് എന്ന ഒരു വേർഡിലാണ് അത് പറയപ്പെടുന്നത്. എന്നാലും കെമിക്കൽസ്, ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫുഡ് മാത്രമായിട്ട് സ്റ്റോർ ചെയ്യുന്നതിന് ലീഫിൽ കുറച്ച് ഭാഗം സൂക്ഷിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഈ ക്രിസ്റ്റൽസ് എന്നുള്ള രീതിയിൽ ഈ സാധാരണ അത് വലിച്ചെടുക്കുന്ന മിനറൽസും മെറ്റൽസും തന്നെ ധാരാളമായിട്ട് സ്റ്റോർ ചെയ്യുന്നു. അത് പിന്നെ മാറ്റങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ ഈ ലീവ്സിൽ ഞാൻ കണ്ടത് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ കാൽസ്യമോ ഫോസ്ഫറസോ അതുപോലുള്ള ഏതെങ്കിലും ഒരു പദാർത്ഥം അധികമായിട്ട് നമ്മൾ ഒരു സസ്യത്തിന് കൊടുത്തിട്ട് ആ ലീഫ് കളക്ട് ചെയ്ത് വീണ്ടും ഞാൻ മൈക്രോസ്കോപ്പിലൂടെ സ്റ്റഡി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ എല്ലാ പ്ലാന്റ്സും ഒരുപോലെ അല്ല ഒരു മിനറലിനെ സംരക്ഷിക്കുന്നതും അതിൽ നിന്ന് വ്യതിയാനം വരുത്തുന്നതും എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത് കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞാൽ, അതുപോലെ ഈ എല്ലാ വസ്തുക്കളും, ഈ പദാർത്ഥങ്ങളും നമുക്ക് ഇപ്പോൾ കാണുന്ന രീതിയിൽ പെട്ടെന്ന് അങ്ങ് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് നടക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം നമ്മൾ കുറേ വസ്തുക്കൾ വളമായിട്ടോ അല്ലെങ്കിൽ മിനറലായിട്ടോ പ്ലാന്റ്സിന്റെ മുട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ അതിനെ അബ്സോർബ് ചെയ്യാൻ അതിന് സാധിക്കുന്നുണ്ടാവും. ആരോഗ്യകരമായ രീതിയിൽ അതിനെ അതിന്റെ ശരീരത്തിന്റെ പ്രകൃതി അനുസരിച്ച്, അതായത് ഈ സസ്യത്തിന്റെ ഫിസിയോളജി അനുസരിച്ച് ഇത് അബ്സോർബ് ചെയ്ത് എടുക്കുക എന്നുള്ളത് ഒരു ഇത് പറയുന്നെങ്കിൽ അതിനൊന്നും പ്രത്യേകമായിട്ട് തെളിവുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓസ്മോസിസ് പോലെ ഒരു കെമിക്കൽ ബാലൻസിന്റെ പ്രവർത്തനത്തിൽ ഫോഴ്സ് ഒക്കെ വെച്ചിട്ട് ഇതിങ്ങനെ ഒരു പ്രത്യേക എനർജി വെച്ച് ഈ മിനറൽസിനെ എല്ലാം അബ്സോർബ് ചെയ്ത് ഇത് ഫ്ലോയത്തിലൂടെ, റൂട്ട്സിലൂടെ ഇങ്ങനെ അബ്സോർബ് ചെയ്ത് എടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ പ്രസന്റിലുമുള്ള കൺസെപ്റ്റ്. ഇതിനൊക്കെ ഒരുപാട് തിയറീസ് ഉണ്ട്. സാധാരണ പ്ലാന്റ്സിൽ നിന്ന് എങ്ങനെ ഇത് അബ്സോർബ് ചെയ്യുന്നു, ഇത് എങ്ങോട്ടെല്ലാം വലിച്ചെടുക്കുന്നു, ഇത് എവിടെയെല്ലാം സ്റ്റോർ ചെയ്യുന്നു. പ്രധാനമായിട്ടും ലീഫ് എന്ന് പറയുമ്പോൾ ലീഫിന്റെ, അതായത് ഇലകളില് ഇതിന് അധികമായിട്ടുള്ള പദാർത്ഥങ്ങൾ കുറച്ച് പുറന്തള്ളാനുള്ള ഒരു ഭാഗമുണ്ട്. ഇപ്പൊ ലീഫിന്റെ അരികിലാണ്, അതും ഓരോ ഇലയിലും വ്യത്യസ്തമാണ്, ഓരോ മിനറൽസിനും വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ കാലം, ഇപ്പൊ നമ്മളിപ്പോ ഓരോ ഔഷധ സസ്യം കളക്ട് ചെയ്യുന്നതിന് ഒരു കാലം വെച്ചിട്ടുണ്ട്. ആയുർവേദ പുസ്തകങ്ങളിലൊക്കെ എടുത്ത് വായിച്ച് നോക്കിയാൽ നമ്മുടെ പുസ്തകം അതുപോലെ പറയുന്നുണ്ട്. നമ്മുടെ മെയ് മാസങ്ങളിൽ, ഏപ്രിൽ മാസങ്ങളിൽ ആണ് ബെലഡോണ, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാലഘട്ടത്തിനൊക്കെ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇതെന്തുകൊണ്ടാണ് ഓരോ കാലത്തില് വേരിന് പ്രത്യേകിച്ച് വരുന്നു, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ വേരല്ലെങ്കിൽ റൂട്ടിന് കാര്യം ഏതാണോ പ്രധാനം, റൂട്ടാണോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലവർ ആണോ, ഇതെല്ലാം ഏത് കാലഘട്ടത്തിലാണ് കൂടുതലായിട്ടും സമ്പുഷ്ടമായിരിക്കുന്നത് എന്ന് നമ്മുടെ പുസ്തകത്തിലെല്ലാം വ്യക്തമായിട്ട് നേരത്തെ സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിനപ്പം അതിൽ നിന്ന് മനസ്സിലാകുന്നതാണ്, അപ്പൊ ആ കാലങ്ങളിലെല്ലാം അത് സമ്പുഷ്ടമായിട്ടുള്ള
ഈ ഫൈറ്റോ കെമിക്കൽസിന്റെ അളവ് കൂടുതൽ എന്നുള്ളതാണ്. ഫൈറ്റോ കെമിക്കൽസിനെ കുറിച്ച് നമുക്ക് സാധാരണ ബുദ്ധികളിൽ തന്നെ നമ്മൾ വളരെ അടുത്ത അറിയാവുന്ന ചെറിയ സ്റ്റഡിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓരോ കാലമുണ്ട്. അതായത് ഇപ്പൊ ഏതെങ്കിലും മാസത്തില് പൂക്കുന്ന മാസത്തില് അല്ലെങ്കിൽ മഴക്കാലത്ത് കളക്ട് ചെയ്യാൻ പാടില്ലാത്തവ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, അതും ഈ ക്രിസ്റ്റൽസിന്റെ സ്റ്റഡിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പോയിന്റ് വളരെ പ്രധാനം അർഹിക്കുന്ന ഒന്നാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് എലിമെന്റ്സ്, നമ്മുടെ ഈ ഒരു സ്റ്റഡിയുമായിട്ട് ചേർന്ന് ഞാൻ മറ്റൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ കാൽസ്യം അല്ലെങ്കിൽ ഫോസ്ഫറസ് അതല്ലെങ്കിൽ മെഗ്നീഷ്യം തന്നെ ആയിക്കോട്ടെ, ഈ ഗ്രീൻ ലീഫിലെല്ലാം ധാരാളമായിട്ട് ആ ഒരു സൈക്കിൾ, അതായത് ക്ലോറോഫിലിന്റെ ഒരു മോളിക്യൂളിന്റെ സൈക്കിളിൽ തന്നെ നല്ല മെഗ്നീഷ്യമാണ് മോളിക്യൂൾസ് ആണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ആ മെഗ്നീഷ്യം മോളിക്യൂൾസ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രീൻ കളറിന് കാരണം ഉണ്ടാക്കുന്നത് തന്നെ ക്ലോറോഫിലിന്റെ ഘടന. അപ്പൊ ഈ കാൽസ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ നാം ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം ഒന്ന് മാറി പറഞ്ഞുകൊള്ളട്ടെ. നമ്മളെല്ലാം ഇതിന്റെ ഏജ് കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഒരു എലമെന്റിന്റെ ഏജ് കണക്കാക്കുന്നതിന് കാർബൺ സ്റ്റഡിയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലെ കാർബൺ 14ന്റെയോ 12ന്റെയോ ഒക്കെ സാന്നിധ്യം നോക്കിയിട്ട് അതിന്റെ ഏജ് എടുത്തു വെച്ചിട്ട് ഏറെക്കുറെ നമ്മളൊരു ഇറ കണ്ടെത്തുകയാണ് 500 വർഷം, അല്ലെങ്കിൽ ഒരു 400 വർഷം, അല്ലെങ്കിൽ ഒരു 40 വർഷം എന്നിങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഇതിന്റെ കാര്യം വാസ്തവത്തിൽ ഇത് എങ്ങനെ, എത്ര ഏജ് ആണ് ഒരു എലിമെന്റിനുള്ളത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയില്ല. ഞാൻ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സെപ്പിയ ഇവിടെ സിംറ്റംസ് നമ്മുടെ ഹോമിയോപ്പതി ഡോക്ടേഴ്സിന് എല്ലാം അറിയാം. അതിൽ ആക്റ്റീവായിട്ടുള്ള ഘടകം ശരിക്കും പറഞ്ഞാൽ ആ സെപ്പിയ നല്ലൊരു കണവ എന്ന് പറയുന്ന ഒരു ഇതാണ്. അതിന് കൂടുതലും ക്രസ്റ്റേഷ്യസിന്റെ അതിൽ നിന്ന് കുറച്ചൊരു മാറ്റം വന്ന ഒരു അനിമലാണ്, ഒരു ജന്തുവാണ് അല്ലെങ്കിൽ ഒരു ജീവിയാണ്. അപ്പൊ അതിന് തന്നെ അതിന്റെ ആ കണവ നാക്കെടുത്ത് നോക്കിയാൽ നല്ല സമ്പുഷ്ടമായ ഒരു കാൽസ്യത്തിന്റെ ഒരു ഉറവിടം തന്നെ അതിന്റെ ആ ഒരു സ്കെലിറ്റനിൽ പോലെ ഭാഗത്ത് ആദ്യമായി രൂപപ്പെട്ട് വരുന്നേ ഉള്ളൂ. അതാണ്. അപ്പൊ കാൽസ്യം എന്ന് പറയുന്ന പവിഴപ്പുറ്റുകളിലെ കാൽസ്യവും ഈ കണവ പോലുള്ള ജീവികളിൽ നിന്നുള്ള കാൽസ്യവും സാധാരണ നമ്മുടെ കരയിൽ നിന്ന് എടുക്കുന്ന മലകൾ, ചെറിയ ചെറിയ കാൽസ്യത്തിന്റെ കുന്നുകൾ അല്ലെങ്കിൽ പാറകൾ, അത് എടുക്കുന്ന ആ ഒരു ഇതും തമ്മിൽ നോക്കുമ്പോൾ എല്ലാം ഒന്നാണോ എന്ന് നമുക്ക് സംശയം തോന്നേണ്ടതാണ്. നാം അത് രീതിയിൽ പഠിക്കേണ്ടതാണ്. നമുക്കത് വേണ്ടതാണ്. കാരണം ഇതെല്ലാത്തിന്റെയും പ്രൂവിങ്സിൽ വ്യത്യാസം കാണുന്നുണ്ട്. കൽക്കേറിയ സൾഫിൽ ഉള്ള പ്രൂവിങ്സ് അല്ല കൽക്കേറിയ കാർബിന്റെ. അതിൽ സൾഫർ വരുമ്പോൾ വ്യത്യാസം വരുന്നത് ആ വ്യത്യാസമല്ല, മറിച്ച് കൽക്കേറിയ കാർബിന്റെ തന്നെ സിംറ്റംസിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ കാൽസ്യത്തിന്റെ സിംറ്റംസിൽ വ്യത്യാസം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഹെപ്പാർ സൾഫർ നാം നിർണ്ണയിക്കുന്നു, അതിലും സൾഫർ ഉണ്ട്, അതിലും നല്ലൊരു അളവിൽ കാൽസ്യം ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് കൽക്കേറിയ കാർബിൻ്റെതായിട്ടുള്ള സിംറ്റംസ് ആണോ കൂടുതലായിട്ടും പ്രകടമായിട്ട് നമ്മൾ ഹെപ്പാർ കാണുന്നത്? എന്നാൽ അതിൽ കുറേയേറെ സിംറ്റംസ് അതിങ്ങനെ കൺവേർജ് ചെയ്ത് കിടക്കുന്നില്ലേ? അത് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സസ്യങ്ങളിലെ ഉള്ള സ്റ്റഡി എന്ന് പറയുമ്പോൾ വളരെ വേഗമായിട്ടുള്ള ഒന്നാണ് ഞാൻ ഈ പുസ്തകത്തിൽ ഉദ്ദേശിച്ചത്. അത് എനിക്കിപ്പോൾ ക്രിസ്റ്റൽസിനെ സ്റ്റഡി ചെയ്യുമ്പോൾ ഞാൻ അതിനകത്തുനിന്ന് എടുത്ത ആ ഘടകങ്ങളെ എനിക്ക് വായിക്കാൻ വേണ്ടി മാത്രം എടുത്തു. പിന്നെ ഞാനത് എനിക്ക് കാണാൻ കഴിഞ്ഞത് മാത്രം ഞാൻ പ്രിന്റ് ചെയ്ത് വരച്ചു, പിന്നെ ഫോട്ടോ എടുത്തു, ക്ലിയറൻസ് ആയിട്ട് കിട്ടി. ഒരു ക്രിസ്റ്റലിന്റെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ലൈഡിലെ കുറച്ച് ഡ്രോപ്സ് സൊല്യൂഷൻ തയ്യാറാക്കിയതിനു ശേഷം ഡ്രോപ്സ് ഇട്ടാല് ആ ഡ്രോപ്സിൽ തന്നെ അനേകം ക്രിസ്റ്റൽസ് കാണാം. ഒരു 10ഓ 40ഓ ക്രിസ്റ്റൽസ് ചിലപ്പോൾ കാണാം. ഈ ക്രിസ്റ്റൽസ് എല്ലാം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് കാണത്തക്ക അല്ലെങ്കിൽ ഇന്നതാണ് ഏതാണ് എന്ന് വ്യക്തമായിട്ട് കാണാനൊന്നും എന്താണെന്നൊന്നും നമുക്ക് ഇതുവരെ എനിക്ക് ശരിക്കും അത് വായിക്കാനോ പിടിക്കാനോ ഒന്നിനും സാധിച്ചില്ല. എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പഠനമാണ്. അപ്പൊ ഞാൻ സാധാരണ ചില ക്രിസ്റ്റൽസ് എല്ലാം കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോ സോഡിയത്തിന്റെയോ അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡിന്റെയോ ഒക്കെ ക്രിസ്റ്റൽസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, ഇതെല്ലാം നമ്മുടെ ഇതിനകത്ത് പല പുസ്തകങ്ങളിൽ നിന്ന് നേരത്തെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാകും ക്രിസ്റ്റൽസ്. പക്ഷേ ഈ പ്ലാന്റ്സിന്റെ സ്റ്റഡിയിൽ ഇപ്പൊ ഞാൻ കണ്ടതുപോലുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സ്റ്റഡി, മോളിക്കുലർ സ്ട്രക്ചർ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ ക്രിസ്റ്റൽസിന്റെ സ്റ്റഡി അപൂർവമായിട്ട് മാത്രമേ കാണാം. ഒന്നിനും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ക്രിസ്റ്റലുകളുടെയും പിക്ചറുകൾ എന്റെ സ്വതവേയുള്ള കണ്ടെത്തലിൽ നിന്ന് മാത്രം ഉണ്ടായതാണ്. അതാണ് വേറെ ഒരു കാര്യം പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് വേറൊരു പേപ്പർ പ്രസന്റ് ചെയ്യാൻ, ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതിൽ നമ്മൾ ഹോമിയോ മെഡിസിൻസുമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ഒരു ഫോറമാണ്. ഇത് നമുക്ക് കൂടുതലായിട്ട് പഠിക്കുന്നതിനുള്ള ഒരു അവസരമാണ്. ഈ മെഡിസിൻസ് വാസ്തവത്തിൽ എന്ത് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നു, എന്താണ് ഇതിൽ വരുത്തുന്ന ചേഞ്ചുകൾ. ഈ ഹ്യൂമൻ ബീങ്സിൽ നമുക്ക് ഇത്രമാത്രം വളരെ റേഞ്ച്, വളരെ വൈഡ് ആയിട്ടുള്ള ആക്ഷൻ, എന്നാൽ വളരെ സ്പെസിഫിസിറ്റി ഉള്ള മെഡിസിൻസ് ആണ്.
ഇപ്പൊ സൈലീഷ്യ അല്ലെങ്കിൽ അതുപോലെ മെഡിസിൻസ് ഒക്കെ നമുക്ക് അറിയാമല്ലോ. നമ്മൾ വെറും നാക്കിന്റെ അറ്റത്ത് മാത്രം കഴിക്കുന്നു. അതിന്റെ ലോക്കൽ സൈറ്റ് അല്ലെങ്കിൽ സീറ്റോഫാക്ഷൻ എന്ന് പറയുന്നത് വളരെ റിമോട്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതും വളരെ പെട്ടെന്ന് തന്നെ ആകുന്നു. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതലായിട്ട് ചിന്തിക്കാൻ ഈ ഒരു മോളിക്കുലർ ബേസിലുള്ള ഈ ഒരു സ്റ്റഡി കൂടി ആവശ്യമുണ്ട് എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യമാണ്. ഇന്ന് ഞാൻ കൂടുതലായിട്ട് ഈ ഏജ് ഓഫ് ദ എലിമെന്റ് എന്ന് പറയുന്നത് എല്ലാ പ്ലാന്റിലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തതാണോ, നമ്മൾ പൊട്ടൻറ്റൈസ് ചെയ്തതിന് ശേഷം അതിന്റെ എലിമെന്റ്സിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, അത് പിന്നീട് നമുക്ക് വായിക്കാൻ എടുത്തു വായിക്കാൻ അതിന്റെ സൊല്യൂഷൻസിൽ സ്റ്റഡി ചെയ്യേണ്ടുള്ള ഒരു കാര്യങ്ങൾ കൂടുതലാണ്. ഇപ്പോൾ ഞാൻ ഇന്ന് വേറെ പറയുന്നത് ഈ മോളിക്യൂൾസിന്റെ അറ്റാച്ച്മെന്റ് ഒന്നുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. അതായത് ഈ ഓരോ മോളിക്കുലർ ഫോർമുല നമ്മൾ ഓരോന്നിന്റെയും എലമെന്റ്സിന്റെ വൈറ്റോകെമിക്കൽസ് എടുക്കുമ്പോൾ ഇപ്പോൾ ഓരോന്നിനും ഓരോ മോളിക്കുലർ എലിമെന്റ് ഉണ്ട്. ബയോകെമിസ്ട്രി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ ജൈവികമായിട്ടുള്ള എല്ലാ തന്മാത്രകളും ഒന്നിച്ച് കൂടിച്ചേർന്നാണല്ലോ ഈ ലാറ്റിസ് എന്ന് പറയുന്ന. ലാറ്റിസ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്രിസ്റ്റലിന്റെ ആ ഒരു അറേഞ്ച്മെന്റ്, അതിന്റെ ആ ആംഗിളിൽ അതിൽ സംയോജിച്ച് വരുന്ന ആ ഒരു പദ്ധതി, അതിനെയാണ് ലാറ്റിസ് എന്ന് പറയുന്നത്. ആ ഒരു ലാറ്റിസിലേക്ക് പ്രത്യേകമായിട്ട് എങ്ങനെ ചേർന്ന് വരുന്നു, അതിന്റെ സൈസ് വലുതാകും തോറും ക്രിസ്റ്റൽസ് ഒന്നുകിൽ നീണ്ടു കാണാൻ പറ്റാത്ത ഒരു രീതിയിൽ മോളിക്യൂൾസ് പോകാനുള്ളതാണ്. അതല്ലെങ്കിൽ താഴ്ന്ന് തന്നെ താഴ്ന്ന് കൊച്ചു വേറെ രീതിയിലാണ് ആകാനുള്ളത്. പക്ഷെ കറക്റ്റ് ഈ ഷേപ്പ് എങ്ങനെ അറ്റൈൻ ചെയ്യുന്നു, ഈ ആംഗിൾ എങ്ങനെ അറ്റൈൻ ചെയ്യുന്നു, അതിനെക്കുറിച്ചൊക്കെ ശരിക്കും ഒരു നല്ല എക്സ്പ്ലനേഷൻ ഇതുവരെയും ഞാൻ ഒരിടത്തും കണ്ടില്ല. അപ്പൊ അത് നമുക്ക് വായിക്കാനുള്ളത്. അപ്പൊ ആ എനർജി ഓഫ് ദ മോളിക്യൂൾസ് നോട്ട് സിംഗ്ലി അപ്ലൈയിങ് ഫോർ ദാറ്റ് ലാറ്റിസ് ഫോർമേഷൻ എന്നുള്ളതാണ്. മോളിക്യൂൾസിന്റെ സ്ട്രക്ചറിന്റെ ആ ഘടനയിലെ രൂപീകരണത്തിന് മോളിക്യൂൾസിന്റെ എനർജി അഥവാ മോളിക്കുലർ എനർജി മാത്രമല്ല, മറിച്ച് ഈ ഇരിക്കുന്ന സൊല്യൂഷന്റെ എനർജിയും കൂടി ചേർന്ന് എന്തോ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള എന്തോ ഒരു പ്രത്യേക ബലം തന്നെ അതിനകത്തുണ്ട്. നമ്മുടെ പൊട്ടൻസികളിലെ തന്നെ ഈ വീണ്ടും ഈ പൊട്ടൻസി ഇതേപോലെ തന്നെ സംക്ഷിപ്തമായിട്ട് സൂക്ഷിക്കപ്പെട്ട് വരുന്നതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ ഇങ്ങനെ ഒരു എനർജിയുടെ സവിശേഷതയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ട കാര്യങ്ങളാണ്. ഇന്നത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു വെച്ചിരുന്ന ക്ലാസിന്റെ ബാക്കി ഭാഗം നമുക്ക് ഇന്ന് എടുക്കാം. ഞാൻ ബെലഡോണ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്ന് ബെലഡോണ ഒന്ന് കാണിക്കാമോ? ആ സ്ലൈഡ് ഒന്ന് കാണിക്കാമോ? അല്ലേ? കാണാലോ അല്ലേ? കാണാം. ഓക്കെ. നീ വന്ന് കുഴപ്പമില്ല, പോയാലോ, ഒരാൾ വന്ന് പോകും. ഡോക്ടറെ കറക്റ്റ് ആണോ? ശരി. ബെൽഡോൺ ആയി. ഡോക്ടർ മ്യൂട്ടായി പോയി. ഇപ്പൊ കാണാമല്ലോ ബെൽഡോണ പിക്ചറാണ്. ഇതിന്റെ കൂടുതലായിട്ട് പറയുന്നത് ഇപ്പൊ ബെലഡോണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് ബെലഡോണ വണ്ണം കൊടുത്താൽ കുറയാത്ത ഒരു പനിയില്ല. സാധാരണ പനിക്കെല്ലാം എപ്പോഴും ഹോമിയോപ്പതിക്കാരുടെ നല്ല കുറ്റമിത്രമാണ് ബെലഡോണ. ഈ ബെലഡോണ സാധാരണ കാണുന്നത് എവിടെയാണെന്ന് ഇതിന്റെ ഹാബിറ്ററ്റ് പറയുകയാണെങ്കിൽ കാശ്മീര് ഹയർ ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ചെറിയ ഒരു സസ്യമായിട്ട് മാത്രം നിൽക്കുന്നതാണ്. ഇത് അധികം പൊങ്ങി വളരുന്നില്ല. തറയിൽ തന്നെ ഒരുമാതിരി പടർന്നല്ല, അല്പം പൊങ്ങി നിൽക്കുന്ന ഒരു വളരെ പൊങ്ങി പോകുന്നതല്ല, എന്നാൽ പടർന്ന് അടുത്ത വള്ളികളിലെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ സസ്യമാണ്. നല്ല ഗ്രീൻ ലീവ്സ് ആണ്. അതിന്റെ ഫ്ലവർ നിങ്ങൾക്ക് കാണാം, നല്ല കളറാണ്. അപ്പൊ ഇതിന്റെ റൂട്ട്സ് നമ്മളിപ്പോ ഞാനിതിനകത്ത് നോക്കി നമ്മുടെ ടിഞ്ചർ ഹോമിയോ ഔഷധത്തിൽ നിന്ന് ഹോംകോയിൽ നിന്ന് വാങ്ങിയ ഒരു ടിഞ്ചർ, പിന്നെ ഞാൻ വേറൊരു ഫാർമസിയിൽ നിന്ന് വാങ്ങിയതിൽ കുറച്ച് കാണാൻ കഴിഞ്ഞു. എന്നാലും കുറച്ച് നാൾ വെച്ചിരുന്നിട്ട് ഞാൻ ഒരു പ്രോസസ് വഴി ഇത് കാണാൻ പറ്റി. അതങ്ങനെ 2 ക്രിസ്റ്റൽ കാണാൻ പറ്റി. ഈ ക്രിസ്റ്റല് നമുക്ക് നേരിട്ട് നമ്മുടെ ടിഞ്ചർ ഹോമിയോ ഫാർമസിയിൽ നിന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമ്മുടെ ഫാർമസിയിൽ നിന്നൊക്കെ എടുത്ത് കാണാൻ ആണ് സാധിച്ചത്. ഈ ഹയോസിയാമിനും അതുപോലുള്ള 2-3 ഘടകം ഹയോസിനുണ്ട്, അട്രോപ്പിനുണ്ട്, മീഥൈൽ പൈറോലിൻ എന്ന് പറയുന്നത്, സ്കോപ്പാലാമിൻ, ഇങ്ങനെയൊക്കെയുള്ള കുറെ ഇൻഗ്രീഡിയൻസ് ഇതിലുണ്ട്. 120 മില്ലിഗ്രാം തന്നെ അട്രോപ്പിനും ഹയോസിയാമിനും വെയിറ്റിലാണ്. 120 മില്ലിഗ്രാം. അപ്പൊ വളരെ പോയിസണസ് ആയിട്ടുള്ള ഒരു ഔഷധമാണ്. സാധാരണ നമ്മുടെ മെഡിസിൻസ് എല്ലാം തന്നെ നല്ല പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണെന്ന് നമുക്കറിയാം. എന്നാൽ ബെലഡോണയെ സംബന്ധിച്ചിടത്തോളം പോയിസണസിങ് എഫക്റ്റ് എന്ന് പറയുന്നത് വേറെ പല ലെവലിലാണ്. ഇപ്പോൾ നമ്മുടെ കൺജഷൻ ഓഫ് ദ ലങ്സ്, ബ്ലാഡർ, സ്റ്റൊമക് പെയിൻ, ഇത്തരത്തിലുള്ള സാധാരണ സിംറ്റംസ് ഒക്കെ വളരെ ചെറിയ ഡോസിൽ തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആണ് ബെലഡോണ. എന്നാൽ നമ്മുടെ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഹനുമാൻ ഏറ്റവും കൂടുതൽ
ഉപയോഗിച്ചതും ആദ്യം ഒരുപാട് വൻ പ്രീതി നേടിയതുമായ ഒരു മരുന്നുമാണ് ബെലഡോണ എന്ന് നമുക്കറിയാം. ഈ ബെലഡോണയിലുള്ള അട്രോപ്പിൻ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കൂടുതലായിട്ടും ഇവിടെ ഈ ബ്ലാഡറിന്റെ ആക്ഷനിലും ഒക്കെ കൂടുതലായിട്ട് വരുന്ന ഈ യൂറിനറി പ്രോബ്ലംസിനൊക്കെ നമുക്ക് പ്രയോഗിതമായിട്ട് വരുന്നത് അട്രോപ്പിൻ തന്നെയാണ്. പ്രഷറിനൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞു കേട്ടോ. ഈ ക്രിസ്റ്റൽസിന്റെ അടുത്ത് നെക്സ്റ്റ് പിക്ചർ ഒന്ന് കാണിക്കാം. ഇത് നേരിട്ട് ഈ കാണുന്ന ഈ നാലാമത് കിടക്കുന്ന ആ ഒരു കോളത്തിലുള്ള പിക്ചർ എല്ലാ ദിവസവും മിക്കവാറും നമ്മൾ ഇപ്പോൾ ഒരു ഫാർമസിയിൽ നിന്ന് നല്ല ഒരു മെഡിസിൻ ആണെങ്കിൽ അതിൽ ഈ ക്രിസ്റ്റൽസ് നമുക്ക് കാണാൻ കഴിയും. ഇതില് പിന്നെ താഴെ വശത്ത് ഉള്ള പിക്ചർ ഞാൻ വരച്ചതിൽ കാണുന്ന വലിയ ക്രിസ്റ്റലും ഈ താഴെ അറ്റത്തൊരു കിടക്കുന്ന ഒന്ന് ഒരു ലൂമിനസൻസ് പോലെ തോന്നിയ ഒന്നാണ്. ഞാൻ ഫോസ്ഫറസിന്റെ സ്റ്റഡിയിൽ ഞാൻ ഈ ഓറഞ്ചിന്റെ പിന്നീട് വരുമ്പോൾ കാണിക്കാം, അതിലിങ്ങനെ ലൂമിനസന്റ് ആയിട്ടൊന്ന് കണ്ടു. ഓറഞ്ച് ഫോസ്ഫറസ്. കഴിഞ്ഞ ദിവസം ഓറഞ്ചിൽ നല്ല ഫോസ്ഫറസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓറഞ്ചിന്റെ ഇതുമായിട്ട് ചേർന്ന ഒരു ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ആരോ പറഞ്ഞല്ലോ. അപ്പൊ ആ ഫോസ്ഫോറിക് ആസിഡ് ആണ് യഥാർത്ഥത്തിൽ ഫോസ്ഫറസുമാണ്. എന്നാൽ ഫോസ്ഫറസിനേക്കാളും കൂടുതലായിട്ട് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് ഫോസ്ഫറസിന്റെ ഫലം കിട്ടണമെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഫോസ്ഫോറിക് ആസിഡ് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ ഇതിൽ ലൂമിനസൻസ് ഉണ്ട്, ബെലഡോണയിലും ഉണ്ട്. പിന്നെ നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിക്കും. ബെലഡോണയുടെ കാര്യം ഇതിനകത്ത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഈ മുകളിൽ കാണുന്ന ആ ക്രിസ്റ്റൽസിനെ എല്ലാം തന്നെ സൊല്യൂബിൾ ആണ്, വാട്ടർ സൊല്യൂബിൾ ആണ് ആ ബെലഡോണയുടെ. ഇത് സ്ലൈഡില് അടുത്തത് കലണ്ടുല. നമ്മൾ മാരി ഗോൾഡ് എന്നാണ് ഇതിന്റെ നെയിം. മലയാളത്തിലെ കലണ്ടുല എന്ന് പറയും. ഇത് മലയാളത്തിലെ ഞാൻ ഒരു പ്രാവശ്യം നമുക്ക് ചോദിച്ചാലേ ഇപ്പൊ എന്താണ് ഇതിന്റെ മലയാളം എന്ന് വെച്ചാൽ ഇത് ഒരു തരം ജമന്തിയാണ്. നമ്മുടെ സാധാരണ മലയാളത്തിൽ കേരളത്തിൽ കാണുന്ന ഒരു തരം ജമന്തിയാണ്. മിക്കവാറും നമ്മുടെ എല്ലാ ഭാഗത്തും ഇന്ത്യയിലെ മിക്കവാറും ഈ കലണ്ടുല കാണാനുണ്ട്. നമ്മുടെ ഔഷധം ഹോമിയോപ്പതിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഡ്രസ്സിങ്സിനും എല്ലാത്തിനും വളരെ ക്ലീൻ കട്ടായിരുന്നാലും ശരി, നമുക്ക് മുറിവുകൾക്ക് ഔഷധം ആയിട്ട് ഉപയോഗിക്കാൻ എപ്പോഴും സഹായകമായിട്ടുള്ള വളരെ നല്ല മരുന്നാണ്. ഒരു ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ നല്ല രീതിയിൽ നമുക്ക് ഈ കലണ്ടുല എന്ന് പറയുന്ന ഇത് ഉപയോഗിക്കാൻ കഴിയും. ഇതിന്റെ ടിഞ്ചറാണ് ഞാൻ നോക്കിയത്. ഇത് നമുക്ക് ഔഷധം അവിടുന്ന് ഹോമിയോ ഔഷധ സ്റ്റോറിൽ നിന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ഔഷധം ടിഞ്ചറാണ് ഞാൻ ഉപയോഗിച്ചത്. ഇത് നോക്കാനായിട്ട് നമുക്ക് വളരെ ഈസിയാണ്, പക്ഷെ അത് ചെയ്യാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ കലണ്ടിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഇതാണ്. ബെലഡോണെ പോലെ തന്നെ നെക്സ്റ്റ് ഒന്ന് സ്ലൈഡ് കാണിക്കുമോ? വർഷാവർഷം നശിച്ചു പോകുന്ന ഒരു ചെടിയാണ് കലണ്ടില. അടുത്ത വർഷം വീണ്ടും കിളർത്ത് വരും. ഇതിന്റെ ക്രിസ്റ്റൽസ് സാധാരണ നമ്മളിപ്പം പറഞ്ഞത് നേരത്തെ ഉള്ള ബെലഡോണയുടെ ക്രിസ്റ്റൽസ് പോലെയൊക്കെ തോന്നും. പക്ഷേ ക്രിസ്റ്റൽസിൽ കാണുന്ന വലുത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാമെങ്കിൽ മനസ്സിലാവും. ആ നീണ്ടു കിടക്കുന്ന ആ ക്രിസ്റ്റല്, ആ മൂന്നാമത്തെ ക്രിസ്റ്റല്, അതിൽ കാണുന്ന നീളത്തിൽ കാണുന്ന ഒരു ചെറിയ ഭാഗം, അത് ശരിക്കും പറഞ്ഞാൽ ഈ ചില ലവണങ്ങളുടെ എല്ലാം ഘടന എന്ന് പറയുന്നത് ഈ അതായത് ട്രാൻസ്പാരന്റ് അല്ല. ഇപ്പൊ സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽ ഒരുമാതിരി ട്രാൻസ്പാരന്റ് ആണ്. അപ്പൊ കാലിമൂറിന്റെ ക്രിസ്റ്റല് നല്ല ട്രാൻസ്പാരന്റ്, നല്ല തിളക്കമുള്ള ട്രാൻസ്പാരന്റ് ആണ്. അതായത് എടുത്തു വെച്ച് നോക്കിയാലേ നമ്മൾ ഇതിന്റെ സൈഡ് ചേർച്ച് നോക്കിയാൽ അതിനകത്ത് 3 ഡയമെൻഷനിൽ നമുക്ക് കാണാം. ഞാനിതിനെ മൈക്രോസ്കോപ്പിൽ നിന്ന് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സൂചിയൊക്കെ വെച്ച് അതിനെ ഒന്ന് ഇളക്കിയൊക്കെ നോക്കിയിട്ടുണ്ട്, മിക്കവാറും നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ഇപ്പൊ ക്രിസ്റ്റൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇത്തരത്തില് 3 ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു സാധനം എങ്ങനെ കിടക്കുന്നു അതെന്ന് മാത്രം ചിന്തിക്കരുത്. മറിച്ച് ഇതിൽ കാണുന്ന ആ ചെറിയ ഒരു പോർഷൻ കുറച്ചുകൂടെ കാണാൻ പറ്റുന്നതാണ്. അതില് അതുപോലും ശരിക്കും പറഞ്ഞാൽ ആ സൂര്യന്റെ ഇങ്ങനെ നീഡിൽ പോലെ ഇങ്ങനെ കിടക്കുന്നല്ലോ, അതെല്ലാം തന്നെ ആസിഡ് എന്തോ പൊളിച്ച ആസിഡിറ്റി ഉള്ള എന്തോ ഒരു പോർഷൻസ് ആയിരിക്കാനാണ് സാധ്യത എന്ന് മാത്രം എനിക്കറിയാം. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ട്രാൻസ്പാരന്റ് അല്ലെങ്കിൽ കൂടി ഒരുമാതിരി ഒപ്പേക്ക് ആയിട്ടുള്ള പോർഷൻസിനെ അമോർഫസ് ആയിട്ടുള്ള ഘടകങ്ങൾ എന്നാണ് പറയുന്നത്. ഇപ്പൊ സൾഫർ ഒരു അമോർഫസ് സബ്സ്റ്റൻസ് ആണ്, ക്രിസ്റ്റലീയ പദാർത്ഥമല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അമോർഫസ് കൂടുതലുള്ളതാണ് ഈ കലണ്ടില. അതുകൊണ്ടായിരിക്കണം ഇത് പെട്ടെന്ന് തന്നെ എന്ത് പറ്റുന്നു, ഇവയ്ക്ക് ഈ സ്വഭാവമുണ്ട്, അതേസമയം അവയ്ക്ക് ഘടനാവിശേഷം വളർത്തിൽ കൂടി ലളിതമാണ്, കുറച്ചുകൂടെ അയഞ്ഞ രൂപത്തിലാണ്. നമ്മുടെ ഈ മുറിവിലൊക്കെ പെട്ടെന്ന് വ്യാപിക്കുകയും സെൽസിന്റെ ഇന്റർസ്റ്റീഷ്യൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ക്യൂറ്, അതായത് നമ്മൾ പറയുന്നുണ്ടല്ലോ ക്യൂർ ബൈ സെക്കൻഡറി ഇന്റൻഷൻ, മറ്റേ ഈ മുറിവുകൾ എങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത് 2 തരത്തിലാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ചുമ്മാ ഒരു ഇരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ അത് മാത്രം മതി. സ്വിച്ച് ഇട്ടതിന് ശേഷം ഈ കലണ്ടറിലൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പച്ച
വളരെ നല്ല ഒരു മരുന്നാണ് കലണ്ടർ. ഇതിന്റെ ഫ്ലവർ റൂട്ട്സ് ആണ് ഫ്ലവറാണ് നമ്മൾ മെഡിസിനിൽ ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിനകത്ത് ടിഞ്ചർ സമൂലമാണ് ഒബ്സർവ് ചെയ്തത്. കലണ്ടറിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും കലണ്ടറിലെ പ്ലാന്റ്സിന്റെ അടുത്ത് നിന്നാൽ ഈ ഇതുണ്ടല്ലോ, ഈ മിന്നലൊക്കെ വരുമ്പം ആ പ്ലാന്റ് റെസ്പോണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഈ കലണ്ടറിലെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ഈ ക്രിസ്റ്റൽസിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ എപ്പോഴും ചിലപ്പോഴൊക്കെ ഞാൻ നോക്കുന്നുണ്ട് മറ്റൊരു രീതിയിൽ. അടുത്ത് നമുക്ക് നെക്സ്റ്റ് ഇത് ചക്കരത്തകര എന്നാണ് ഇതിനെ പറയുന്നത്. ഇതാ മൂന്നാറിന്റെ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. മൂന്നാറിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ എനിക്കറിയാം, നമ്മൾ പോകുന്ന വഴിയിലെല്ലാം ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഇത് അപൂർവമായിട്ടുണ്ട്. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് ഭാഗത്തൊക്കെ കുറച്ച് അപൂർവമായിട്ടുണ്ട്. വല്ലയിടത്തും സ്മെല്ലാണ് ഈ കാഷ്യ വിഭാഗത്തിൽ വരുന്ന എല്ലാത്തിനും വല്ലാത്ത ഒരേ മണമാണ്. ആ മണം ഇതിനുമുണ്ട്. ഇതിലെ ഉള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സീഡ്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സീഡ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സീഡ്സ് ഉപയോഗിക്കുമ്പോൾ അത് ഉണക്കിയ സീഡ്സ് ഗ്രൈൻഡ് ചെയ്ത് അതിനെ പേസ്റ്റ് ആക്കി വ്രണങ്ങളിലും മറ്റ് സ്കിൻ കംപ്ലൈൻസ് എക്സീമ പോലുള്ളതിനൊക്കെ ഇവരിങ്ങനെ ഈ പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ്. നമ്മുടെ ഈ കാഷ്യ ഇത്തരത്തിലുള്ള ഒപ്റ്റ്യൂറൻസിസ് ഹോമിയോപ്പതിയിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നണ്ടേ. ഞാനിത് കണ്ടില്ല. ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നല്ല, എന്നാലും ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ്. ഇതിന് ഈ കാഷ്യയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔഷധങ്ങൾ ഇതിനു വേണ്ടി പ്രാകൃതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ്. ഇതിന്റെ ഈ സീഡ്സ് ഫ്ലവേഴ്സ് ഒക്കെ നല്ല മഞ്ഞ നിറത്തിലെ പാപ്പിലോണേഷ്യസ് രീതിയിലുള്ള, പാപ്പിലോണേഷ്യസ് എന്ന് പറഞ്ഞാൽ ഈ പയർ വർഗത്തിൽപ്പെടുന്ന സസ്യങ്ങളിലുള്ള പൂക്കൾ, അത്തരത്തിലുള്ള ഒരു സസ്യമാണത്. പയർ പോലെ ചെറിയ ഒരു സാധനം ഇതിന് ബീൻസ് ഇങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. അത് കാഷ്യയുടെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ഈ വേറൊരു തകരയുണ്ടല്ലോ, കുളം തകര എന്ന് പറയുന്നതും ഈ ജനസിൽ വരുന്നതാണ്. അതില് ഇത്തരത്തിലുള്ള ഈ പയർ പോലുള്ള ഒരു വിത്ത് കാണാം. അതിന്റെയും സീഡാണ് പൊടിച്ച് ഒരുപാട് പേര് തേയിലയൊക്കെ ഇടം പോലെ നമ്മൾ ചായ ഇട്ട് കുടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പഴക്കമേറിയ വിചർച്ചിക എന്ന് പറഞ്ഞാൽ എക്സീമ മലയാളം, അത് മാറും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. രക്തശുദ്ധിയാണ് ഇതിയുടെ പ്രത്യേകത. ഇത് അതിന്റെ റൂട്ട് എടുത്ത് വെള്ളത്തിട്ട് നമ്മൾ ചോപ്പിച്ച് നോക്കിയാലും അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അത് നല്ല രക്തവർണ്ണത്തിലായി വരും. രക്തവർണ്ണം എന്ന് നമ്മൾ എടുത്ത് പറയുമ്പോൾ നമ്മൾ സാങ്കുനറിയെ കുറിച്ച് ചിന്തിക്കുമല്ലോ, അതിന്റെ സിഗ്നേച്ചറൊക്കെ ലാബ് സിഗ്നേച്ചർ. നെക്സ്റ്റ് ഇതിലെ ക്രിസ്റ്റൽസിനെ വേറൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഈ കെട്ടിയിട്ടേക്കുന്നത് പോലുള്ള ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് എല്ലാം വളരെ പ്രധാനപ്പെട്ട ആണ്. ഫോസ്ഫറസിന്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തിന്റെങ്കിലും ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഇന്നെനിക്ക് ഈ ചങ്ങലം പരണ്ട എന്നുള്ളതാണ് നെക്സ്റ്റ്. ഈ ചങ്ങലം പരണ്ട അല്ലെങ്കിൽ അതിന് വേറൊരു പേര് സങ്കലം പരണ്ട എന്നും പറയാറുണ്ട്. ഇതിനെ വനപ്രദേശങ്ങളിലും കേരളത്തിലൊക്കെ പല ഭാഗങ്ങളിലുണ്ട്. വീടുകളിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇതുമാണ്. ഈ സിസസ് ക്വാഡ്രാഗ്രാരിസ് എന്നാണ് ഇതിന്റെ പേര്. ലീഫും ഷൂട്ടും ആണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. എനിക്ക് നല്ല വ്യക്തമായ കുറച്ച് ക്രിസ്റ്റലുകൾ കാണാൻ കഴിഞ്ഞ ഒരു ഔഷധമാണ്, ഒരു സസ്യമാണ് ഈ ചങ്ങലം പരണ്ട. ഇതിന്റെ പ്രധാനമായിട്ട് ഉപയോഗം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഉള്ളതാണ്. ഈ വനത്തിലൊക്കെ യാത്ര ചെയ്യുന്നവർ, ശബരിമല പോലെയുള്ള പഴയ യാത്രകൾക്ക്, അതേപോലെ തന്നെ മലകളിലുള്ള യാത്രകൾക്ക്, ഉയരപ്രദേശങ്ങളിലേക്ക് പോകുന്നവർ, ഇവരൊക്കെ വനത്തിൽ ഇത് എവിടെയെങ്കിലും കിട്ടിയാൽ അത് ഉടനെ തന്നെ ഇതിന്റെ തണ്ട്, ഇപ്പൊ എല്ലിന് എന്തെങ്കിലും ക്ഷതം വന്നാലോ, എല്ലിന് പൊട്ടൽ വന്നാൽ എന്നുള്ളതാണ് പ്രധാനം, ക്ഷതമല്ല, വലിയ രീതിയിലുള്ള പൊട്ടൽ വന്നാൽ പോലും ഈ എല്ലിനെ വെച്ച് കെട്ടി ഇതിന്റെ തണ്ട് വെച്ച് കെട്ടിയാൽ ഇത് പെട്ടെന്ന് മുറിവ് ഭേദമാകും. ഈ എല്ല് കൂടി ചേരുന്നതിനെ സാധിക്കുന്ന ഒരു നല്ലതാണ്. പിന്നെ മാത്രമല്ല, അതാണ് അതിന്റെ പാരമ്പര്യമായിട്ടുള്ള ഉപയോഗം. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കാൽഷ്യവും ഫോസ്ഫറസും ഉണ്ടെന്നുള്ളതാണ്. കൽക്കേറിയ ഫോസ്ഫറസ്, അതായത് കാൽസ്യം ഫോസ്ഫേറ്റിന്റെ ഒരു നല്ല ഘടനയാണ്. ഇതിപ്പോ ക്രിസ്റ്റൽസ് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് തന്നെ കാണാൻ കഴിയും. ഓക്സലേറ്റ്, ബാരോലിൻ, അസ്കോർബിക് ആസിഡ്, പെക്റ്റിൻ എന്ന് പറയുന്ന ഘടകങ്ങളെല്ലാം തന്നെ ഇതിൽ ഉള്ളതായിട്ട് കാണാനുണ്ട്. ഡൈജഷനും ആപ്പറ്റൈറ്റിനും നല്ലതാണ്. അപ്പൊ വിശപ്പുണ്ടാക്കുന്നു, നല്ല ദഹനം ഉണ്ടാക്കുന്നു. ഇത് ഈ തണ്ട് മാത്രം ഇങ്ങനെ വെജിറ്റബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ചില ആൾക്കാരെ അറിയാം. നമുക്ക് വെജിറ്റബിൾ ആയിട്ടും ചിലർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ക്രിസ്റ്റൽ ഒന്ന് കാണിക്കും ഡോക്ടറെ. ഇതില് ആ മുകളിൽ കാണാം, താഴെ വശത്തെ കുറച്ച് നല്ല ക്രിസ്റ്റൽ കാണാം നിങ്ങൾക്ക്. അതിൽ ആ നീഡിൽ പോലെ കിടക്കുന്ന കുറച്ച് ഉണ്ട്, ഒരുമാതിരി മുള്ളു പോലെ നീണ്ടു കിടക്കുന്ന, അതാണ് ഇതിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന വിഭാഗം എന്ന്. ഇതൊരു ചെറിയ ചൊറിച്ചിലുണ്ട്. ഇതിനെ തണ്ട് കടിച്ചാൽ ചെറിയൊരു ചൊറിച്ചിൽ വരും, വേവിച്ചാൽ അതില്ല. പാചകം ചെയ്യുമ്പോൾ അതിന്റെ അത് മാറും. ഇത് നമ്മുടെ ഇവിടങ്ങളിൽ ആരും വെജിറ്റബിൾ ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് ആദ്യമായിരിക്കും നിങ്ങൾ അറിയുന്നത് തന്നെ. വെജിറ്റബിൾ ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്.
ഇതിന്റെ ലീഫ് കണ്ടറിയാം. ആ തണ്ടിന് ഇതിന്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതാണ് എല്ലുകൾക്ക് ഇങ്ങനെ കൂടുതൽ ഒടിച്ച് വനത്തിലുള്ളതിന്റെ നീളം കൂടുതലായിരിക്കും. ഇടയിലുള്ള തണ്ട് ലീഫിനും 2 ലീഫിനും ഇടയ്ക്കുള്ള ആ തണ്ടിന്റെ നീളം കൂടുതലായിരിക്കും. അത് ഉണങ്ങിയാലും അത് അത്ര ചീഞ്ഞു പോകില്ല. ചെറിയൊരു ബലം കാണും. അടുക്കി അടുക്കി ഇങ്ങനെ കെട്ടിവെക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനെ അരച്ച് ചേർക്കാനും എല്ലിന് ചേർത്ത് മരുന്നായിട്ടും ഔഷധമായിട്ട് ഇതിനെ ഉള്ളിൽ കൊടുക്കുകയും ചെയ്യാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ താഴെ കിടക്കുന്ന ഇതിനോട് ചേർന്ന കുറച്ച് വലിയ വലിയ റൗണ്ട് ക്രിസ്റ്റൽസ് നല്ല പ്രകടമായ ഒരു ഇതായിട്ടാണ് കാണുന്നത്. ഇതിലെ നീളത്തിൽ കിടക്കുന്നത് ചൊറിച്ചിലുണ്ടാക്കുന്ന ദേഹത്ത് ഇങ്ങനെ കുത്തിക്കയറുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം സ്കിന്നിന് ഉണ്ടാക്കുന്നതാണ് എന്നും ഞാൻ കണ്ടിട്ടുണ്ട്. ചങ്ങലം പരണ്ട അഥവാ സങ്ങലം പരണ്ട എന്നും പറയാറുണ്ട്. ശരി, നെക്സ്റ്റ്. അടുത്തത് നമുക്കെല്ലാം പരിചിതമാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം എന്താണ് പറങ്കിമാവ്. ഈ പറങ്കിമാവിന്റെ ക്രിസ്റ്റൽ ഞാൻ ഇതിനകത്ത് എനിക്ക് ക്രിസ്റ്റൽ ചെയ്യാനും സ്റ്റഡി ചെയ്യാനും തുടങ്ങിയപ്പോൾ കയ്യിൽ കിട്ടിയ എല്ലാ ലീഫും പഠിച്ചു എന്നുള്ളതാണ്. അല്ലാതെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. പക്ഷെ എല്ലാം തന്നെ ഔഷധമുള്ളത് മാത്രമായിട്ട് പിന്നെ ഒക്കെ സോർട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. ഇപ്പൊ ഈ പറങ്കിമാവ് കാഷ്യൂ എന്ന് പറയുന്നത് അനാകാർഡിയം ഓക്സിഡന്റൈൽ എന്ന് പറയുന്ന സാധനമാണ്. അനാകാർഡിയം ഓറിയന്റൈലസ് എന്ന് പറയുന്നതാണ് നമ്മുടെ അനാകാർഡിയം അഥവാ മാർക്കിംഗ് നട്ട്. ഈ പണ്ട് കാലങ്ങളിൽ തുണി അലക്കുന്ന കാര്യം മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും മറ്റ് ചില രാജ്യങ്ങളിൽ ചില ഓഫീസേഴ്സ് സാധാരണ രീതിയിൽ മാർക്ക് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് ഈ മാർക്കിംഗ് നട്ടിന്റെ കറ ഉപയോഗിച്ചിരുന്നു. അത് പൊള്ളലുണ്ടാക്കുന്നതാണ്. അങ്ങനെയാണ് ടാറ്റു ചെയ്യുന്നത് പോലെ മാർക്കിംഗ് ഈ തുണികളിലൊക്കെ ഉണ്ടാകുന്നത്. ഇത് മാർക്കിംഗ് നട്ടിൽ ഉപയോഗിക്കുന്ന ആ ഓറിയന്റാലിസിന്റെ കളർ ഇൻഗ്രീഡിയന്റ് പോലെ തന്നെയാണ് അത് ജനസിൽ വരുന്ന നമ്മുടെ ഈ ഇത് കാണുന്നത് പറങ്കിമാവിൽ കാണുന്നത്. അനാകാർഡിയം ഓക്സിഡന്റാലിസ് ആണ്. ഓക്സിഡന്റൈൽ എന്ന് പറയുന്നതാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഈ നമുക്ക് ഇതിന്റെ ലീഫാണ് വാച്ച് ചെയ്തത്. അപ്പൊ സാധാരണ ഈ പറയുന്ന 90% ഇതിന് കണക്കിരിക്കുന്ന ബ്ലാക്ക് ഓയിൽ ഉണ്ട്. ഈ പറങ്കി കശുവണ്ടിയുടെ ആ പുറമേ തോടിലിരിക്കുന്ന ആ ഓയിലാണ് ഏറ്റവും വളരെയേറെ ഔഷധ ഗുണമുള്ളതും വിലയുള്ളതും. അപ്പൊ അതിന് 90% അതിലുള്ളത് അനാകാർഡിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. 10% കാർഡോൾ. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ആ സാധനം. നമുക്കെല്ലാം അറിയാം, അണ്ടി ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഒരു കറ വന്ന് നമ്മുടെ ദേഹത്ത് വീണാൽ അത് ഭയങ്കരമായിട്ട് കുറെ നാൾ ചുറിഞ്ഞ് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. ഈ കാഷ്യൂ ആപ്പിൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാഷ്യൂവിന്റെ ആ ഫ്രൂട്ടാണ്. അതിൽ നിന്ന് അനേകം പ്രോഡക്ട്സ് ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. കാഷ്യൂ ഫ്രൂട്ട്സിൽ നല്ല വൈറ്റമിൻ സി ഉണ്ട്, കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരു നല്ല ഫ്രൂട്ടാണ്. നമുക്ക് ഇപ്പോൾ ആരും അധികം ഉപയോഗിക്കാറില്ല. നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇഷ്ടംപോലെ വിളകളിൽ ഒരുമാതിരി ഡ്രൈ ആയിട്ടുള്ള നല്ല വെയിൽ കിട്ടുന്നിടത്തെല്ലാം വൻ മരങ്ങളായിട്ട് തന്നെ ഈ പറങ്കിമാവ് വർഷങ്ങളോളം നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പറങ്കിമാവ് ഒന്ന് നട്ട് കൊടുത്താല് അത് വളരെ കൂടുതൽ നാള് നിലനിൽക്കും. അത് എല്ലാ വർഷവും നല്ല രീതിയിൽ ഫലം തരികയും ചെയ്യും. ഇതിന്റെ പച്ചയും ഉണങ്ങിയതും ഒക്കെ ആയിട്ട് നമ്മൾ സാധാരണമായിട്ട് കണ്ടമാനം ഇപ്പോഴും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന നട്ട്സിലെ ഏറ്റവും പ്രധാന മുഖ്യ നട്ട്സിൽ ഒന്നാണ് ഈ കാഷ്യൂ നട്ട്. ഇതില് 5% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിൽ നമ്മൾ ഈ കാഷ്യൂ ഇട്ട് ഒന്ന് വാഷ് ചെയ്താൽ അതിന്റെ കറ പച്ചയിലായിരുന്നാലും ഇതിന്റെ ഇത് മാറും. ആ കാഷ്യൂ നട്ടിനെ വൃത്തിയാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ ഓയിൽ ബാർക്കിൽ നിന്ന് എടുക്കുന്ന ഒരു തരം ഓയിലുണ്ട്, ഒരു റെസിനുണ്ട്. അത് വേറൊരു ആവശ്യത്തിന് സാധാരണ ഗ്ലൂക്കോസൈഡ്സും ജെൻറ്റിസിക് ആസിഡ്, ഗാലിക് ആസിഡ്, ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് ഇതെല്ലാം ഈ ലീഫിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ്. ഈ ബാർക്കിൽ വരുന്ന ചെറിയൊരു സാധനം അതിന്റെ സാപ്പും മൈക്രോബിയലാണ്, ആന്റി മൈക്രോബിയലായിട്ട് വർത്തിക്കുന്നതാണ്. കാഷ്യൂ ഫ്രൂട്ട് കണ്ടെയ്ൻസ് 5 times 5 ഇരട്ടി വൈറ്റമിൻ സി ഉള്ളതാണ് കാഷ്യൂവിന്റെ ഫലം. നല്ല ഒന്നാന്തരം ഒരു ഫ്രൂട്ടാണ് ഈ കാഷ്യൂ ഫ്രൂട്ട്. ഇതിന്റെ ക്രിസ്റ്റൽസിൽ എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ളത് ഈ റൈറ്റ് സൈഡിൽ ഒരുമാതിരി അൺഷേപ്ഡ് സ്റ്റാറിനെ മുറിച്ചിട്ടതുപോലുള്ള ഒരു ക്രിസ്റ്റൽ കിടപ്പുണ്ട്. അത് ഇതിലുള്ള പട്ടയിൽ നിന്നുള്ള ഒരു ഇതിന്റെ പ്രീ രൂപമാണ് എന്ന് തോന്നിയിട്ടുണ്ട്. അത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് തണ്ടിൽ നിന്ന് ഉള്ള സൊല്യൂഷനിൽ നിന്ന് കണ്ടതായിരിക്കാം, അങ്ങനെ കാണുന്നുണ്ട്. ഇത് സാധാരണ ഈ പാവൽ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഇത്തരത്തിലുള്ള ഒരു കണ്ടിട്ടുണ്ട്. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സസ്യമാണ് പാവൽ. പാവൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഈ പാവയ്ക്ക, മുള്ളം പാവയ്ക്ക, അത് തന്നെയാണ്. അതില് ഇതുപോലുള്ള ക്രിസ്റ്റൽ ഞാൻ വീണ്ടും കണ്ടില്ല. വേറൊന്നിലും ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അത് രണ്ടിലുമാണ് ഈ സ്റ്റാർ പോലെ ഇങ്ങനെ മുറിഞ്ഞു കിടക്കുന്ന ക്രിസ്റ്റൽസ് കണ്ടിട്ടുള്ളത്. ഇനി ഇതിലെ നീളൻ ഈ സാധനങ്ങളെല്ലാം വെറുതെ പരല് പോലെയല്ല, ശരിക്ക് നീളത്തിൽ കിടക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ ഈ പൊളി പോലുള്ളതാണ്. പൊളി അത് ഞാൻ ഇളക്കി നോക്കിയിട്ടുണ്ട്. നമ്മളിപ്പോ ക്രിസ്റ്റൽ സ്റ്റഡി ചെയ്യുമ്പോൾ മൈക്രോസ്കോപ്പിലൂടെ ചെറിയ നീഡിൽ വെച്ച് അടിയിലൂടെ വളരെ ശ്രദ്ധിച്ചാൽ ഇളക്കി എടുക്കാതിനെ ആ പ്രതലത്തിൽ ഒട്ടിക്കിടക്കുന്നവയല്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഇതിനും പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം
ആ സ്വരൂപം ഒരു രൂപം അറ്റൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുണ്ട്. കാരണം എനിക്ക് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ എനർജിയിൽ എന്ന് പറയുന്നത് കൂടുതലായിട്ടൊന്ന് വായിക്കാൻ വേണ്ടി പറയുക എന്നാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. ഈ പുളി പോലുള്ള വസ്തുക്കൾ നമുക്ക് ഇളക്കിയെടുക്കാൻ ചില കളറ്, അതായത് നിറങ്ങൾ അഥവാ പിഗ്മെന്റ്സ് തന്നെയും ഇളക്കി മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു ദിവസം ഒരു ക്ലാസ്സിൽ പറയാം. ഞാൻ പറയണമെന്ന് ചോദിച്ചു, തന്നെ അത് പറഞ്ഞു. ശരി, നെക്സ്റ്റ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എല്ലാവർക്കും അറിയാന്നുള്ളതാണ് ചെമ്പരത്തി. മലയാളത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ചെമ്പരത്തി. ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് നാമം, സയന്റിഫിക് നെയിം. ലീഫും ഫ്ലവറും ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന് ഉള്ള ഔഷധ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ കയ്യോന്നി അതുപോലുള്ള ചില ചെടികളൊക്കെ ഈ പലരും നമ്മളെ മുടി സൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്, വാഷ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. വാഷിങ്ങിന് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് കാണുന്നത് ഈ ചെമ്പരത്തിയാണ്. പലരും താളി, ചെമ്പരത്തി ഇത് രണ്ടുമാണ് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഹെയർ അല്ലെങ്കിൽ മുടി പരിചരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന രണ്ട് വസ്തുക്കൾ. ഇതിന്റെ ലീഫും ഫ്ലവറും ഒക്കെ നല്ലതാണ്. ഫ്ലവർ മാത്രമായിട്ട് എണ്ണ കാച്ചി ഈ കാലിലും മറ്റുള്ള വ്രണങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മറ്റേ തലയിലുള്ള താരന് ഇതിനൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്കറിയാം. ഇവിടെ ഇപ്പോഴും കണ്ടമാനം ഔഷധങ്ങളിൽ ചെമ്പരത്തി ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു ഗാർഡൻ ഫ്ലവർ ആണ്. നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ക്വർസറ്റിൻ 3 ഡൈഗ്ലൂക്കോസൈഡ്, സയനൈഡിൻ 3,5 ഡൈഗ്ലൂക്കോസൈഡ്, കാംഫറോൾ 3 സൈലോസിൽ ഗ്ലൂക്കോസൈഡ്, ഫോസ്ഫറസ്, തയാമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ ആൻഡ് വൈറ്റമിൻ സി. ഈ തയാമിനൊക്കെ നമ്മുടെ ടീയിലൊക്കെ ഉള്ള ഘടകങ്ങളാണ്. റിബോഫ്ലാവിൻ ഈ ടീയിലുള്ള ആ ഒരു കറുത്ത ചായം കൊടുക്കുന്ന തയാമിനാണ് ശരിക്കും. അതിന് തന്നെ ഈ ചെമ്പരത്തിയിലുണ്ട്. ഇപ്പൊ റിബോഫ്ലാവിനുണ്ട്, അതൊരു നമുക്കറിയാം. റിബോഫ്ലാവിൻ, നിയാസിൻ ഇതൊക്കെ വൈറ്റമിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഘടകങ്ങളാണ്. അതും ഈ വൈറ്റമിൻ സിയും എല്ലാം ധാരാളമായിട്ട് ഈ ചെമ്പരത്തിയിലുണ്ട്. നല്ല ലീഫാണ്. അതിന്റെ മെഴുക്ക് മ്യൂസിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഘടകമാണ്. സ്റ്റഡി ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വളരെയേറെ സ്റ്റഡി ചെയ്തിട്ടുമുണ്ട്. അതിന്റെ ആ മൈക്രോ മ്യൂക്കസ് ആയിട്ടുള്ള മ്യൂക്കൽ പ്രൊഡക്ഷനൊക്കെ. ഇതിനെ നമ്മുടെ തലയോടിയുടെ അതായത് സ്കാൽപ്പിനെ കൂടുതലായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഇതിന്റെ ഈ മ്യൂസിനും ഇതിന്റെ ലീഫിനും കഴിയും എന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ കളറ് ഹെയറിന് കളർ കൊടുക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. ഫ്ലവർ വിത്ത് കോക്കനട്ട് എണ്ണയിൽ ഉപയോഗിച്ചിട്ട് ഇത് വളരെ കൂടുതൽ അഫക്ഷൻസിന്, സ്കിൻ ഡിസീസസിനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ക്രിസ്റ്റൽസ് ഒന്ന് കാണിക്കാം. നെക്സ്റ്റ് കാണിക്കൂ ഡോക്ടറെ. ഇതിന്റെ റൈറ്റ് സൈഡിൽ തേർഡിൽ കിടക്കുന്ന ആ ഒരെണ്ണം ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ നമ്മുടെ ഈ ചെമ്പരത്തിയിൽ മാത്രം കണ്ട ഒരു ക്രിസ്റ്റലാണിത്. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു രണ്ടെണ്ണം, അത് രണ്ടായിട്ട് കാണും. ഇത് രണ്ടായിട്ട് തന്നെ ഇങ്ങനെ തന്നെ കണ്ടു എന്നുള്ളതാണ്. പിന്നെ ഇപ്പുറത്തെ കിടക്കുന്ന ഈ ചെറിയ ക്രിസ്റ്റൽസ് ഒക്കെ നമുക്ക് കാണാം. ഇവിടുത്തെ ടാപ്പർ ഈ എൻഡ് നല്ല പോയിന്റഡ് അല്ലാത്ത എൻഡുള്ള കുറച്ച് നീളത്തിൽ കിടക്കുന്ന കുറച്ച് ക്രിസ്റ്റലുണ്ട്. അതിൽ ഇതിനകത്ത് ഒരെണ്ണം ഞാൻ ഈ പോയിന്റഡ് ആയിട്ട് കണ്ടില്ല. ഇപ്പൊ പോയിന്റഡ് ആയിട്ട് കാണുന്നെങ്കിൽ അത് വേറെ രീതിയിലാണ് ഇച്ചിങ് ഉണ്ടാക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ തണ്ടിലോ ഈ പൂവിലോ ഇച്ചിങ് ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു ഘടകമില്ല. അത് തന്നെ ആ പോയിന്റ് കുത്തിക്കയറുന്ന രീതിയിലുള്ള നീഡിലേക്ക് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് കാണാൻ സാധിക്കില്ല. മറിച്ച് ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. ഇതിപ്പോ ഈ ലെഫ്റ്റ് സൈഡിലെ താഴത്തെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നടുക്കുള്ള ആ ഒരു ഇതുപോലുള്ള ക്രിസ്റ്റൽ സാധാരണ മിക്കവാറും എല്ലാത്തിലും കാണുന്നതാണെങ്കിൽ അതിന്റെ പ്രത്യേകത ഇതിന് ആ വക്കുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഇത് കണ്ടല്ലോ, പരന്ന ഒരു പ്ലേറ്റ് പോലെ കിടക്കുകയാണ്. പരന്ന ഒരു 4 ഇതേ ഉള്ളൂ. അതിൽ 3 ഡയമെൻഷണൽ ആയിട്ട് എടുത്ത് ഞാൻ ചരിച്ചും മറിച്ചാലും നോക്കിയാലും ഇത് എന്താ പറയുന്നത്, ഇത് പ്രകാശത്തെ കടത്തി വരുന്ന സുതാര്യമായിട്ടുള്ള ഒന്നാണ്, ട്രാൻസ്പാരന്റ് ആണ്. പക്ഷെ എന്തല്ല, ആംഗിളുകൾക്ക് ഒരിക്കലും ഇത് മാറ്റം വരില്ല. അത് വലുതായാലും ഈ ക്രിസ്റ്റൽ ഇങ്ങനെ തന്നെ കാണുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ചെറിയ ചെറിയ പോയിന്റ്സ് അല്ല, ഇത് ഒരു വലിയ പോയിന്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ ഇതിന്റെ ഒരു ഭാഗം കിടപ്പുണ്ട്, പുളി പോലെ. ഇതെല്ലാം ഇത് വളരെ പ്രത്യേകതയാണ്. ഈ ചെമ്പരത്തിയുടെ ക്രിസ്റ്റൽസ് അപൂർവമായിട്ട് ഉള്ളതാണ്. ഈ ഒരുപാടായിട്ട് നമ്മുടെ സസ്യങ്ങളിലെ നാം ഇന്ന് ഉപയോഗിച്ച് വരുന്ന സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ഒരു കാര്യം പറയുന്നത്, അവയുടെ ക്രിസ്റ്റൽസ് സാമ്യത മറ്റുള്ളവയുമായിട്ട് കുറച്ചെങ്കിലും വ്യത്യസ്തത കാണാൻ അതായത് വ്യത്യസ്തതയുടെ അളവ് വളരെ കൂടുതലാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മളിപ്പോ എടുത്ത് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് ഈ ക്രിസ്റ്റലുകൾ കൂടുതലായിട്ടുള്ളത് അതിന്റെ പ്രത്യേകതയാണ്. അത് അതിൻ്റെതായ പ്രത്യേകതയാണ്. പക്ഷെ ഈ ഘടകങ്ങളെല്ലാം പലതും ആയിരിക്കാം. ഇപ്പോ ഞാൻ ഈ ക്രിസ്റ്റലിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഇതിനെ പറ്റി പറഞ്ഞല്ലോ, റൂബി, അതുപോലെ തന്നെ അനേകം കല്ലുകളുണ്ട്, വിലയേറിയ കല്ലുകൾ. ഇവയ്ക്കെല്ലാം പ്രത്യേകമായ നിറങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു? റൂബി നല്ല ചുവന്നിരിക്കുന്നു, ഗ്രാനൈറ്റ് പച്ച നിറത്തിലുള്ളതുണ്ട്,
പിന്നെ മഞ്ഞ നിറത്തിലുള്ളതുണ്ട്, ഗോമേതകം, പിന്നെ എന്താണ് പറയുന്ന പച്ച മരതകം, ഇങ്ങനെയൊക്കെയുള്ള പേരുകളുണ്ട്. എന്താണ് ഈ മരതകം? ഇതിനൊക്കെയുള്ള യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ അലൂമിനിയത്തിന്റെയും സിലിക്കേറ്റിന്റെയും ഒക്കെ ഒരു ഘടകങ്ങളാണ്. ഈ അലൂമിനിയവും സിലിക്കയും കൂടി ചേർന്ന് ഏതൊക്കെയോ ആയി ടെമ്പറേച്ചറിലും പ്രഷറിലും ഇവ വേർതിരിഞ്ഞ് ഇവ പ്രത്യേക രീതിയിലുള്ള ആംഗിളുകൾ സ്വീകരിച്ച് അങ്ങനെ ഉണ്ടായിട്ടുള്ള വസ്തുക്കളാണ്. ഇതൊന്നും പ്രകൃതിയിൽ ഇങ്ങനെ കാണപ്പെടുന്ന ആയിട്ട് ഇങ്ങനെ രൂപത്തിൽ അറ്റൈൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഇതേ സമയത്ത് തന്നെ ഇതിനിടയ്ക്ക് എന്ത് വരുന്നു, ക്രോമിയത്തിന്റെ ലവണങ്ങൾ കയറുകയാണെങ്കിൽ അവ നല്ല രീതിയിൽ റെഡ് ആയിരിക്കും, റൂബി ആയിരിക്കും എന്നാണ്. അയൺ പോലുള്ളത് പറഞ്ഞ ചെറിയ ഗ്രീൻ കളറൊക്കെ കാണുമെന്ന് പറയുന്നു. വാട്ടർ തന്നെ വർഷങ്ങളോളം കഴിഞ്ഞിട്ടും ഈ സഫയർ പോലുള്ള ചില വലിയ രത്നങ്ങളുടെ അകത്ത് അല്പം വാട്ടർ മോളിക്യൂൾസ് ഉള്ളത് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടുണ്ട്, കാണുന്നവരുണ്ട്. അതൊക്കെ ഈ ക്രിസ്റ്റലിന്റെ രൂപീകരണത്തിൽ വരുന്നതാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എ ക്രിസ്റ്റൽ ഈസ് നെവർ എ ഫ്രീ വൺ. അതായത് ഇൻഡിവിഡ്വൽ, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡിവിഡ്വൽ ക്ലിയർ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പ്യുവർ വൺ. ഇത് പൂർണ്ണമായിട്ടും ഒരിക്കലും ഒരു ക്രിസ്റ്റൽ എന്തല്ല, അതിൻ്റെതായ സ്വതസിദ്ധമായ രീതിയിൽ ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ അവയിലുള്ള ഇമ്പ്യൂരിറ്റീസ് ധാരാളമായിട്ടുണ്ട്. അപ്പൊ ഒരു റൂബിയിലുള്ള ഇമ്പ്യൂരിറ്റീസ് അല്ല വേറെ റൂബിയിൽ കുറച്ച് കാണും. അതിന്റെ വേറൊന്നിന് കളർ വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ്. ക്രോമിയത്തിന്റെ തന്നെ കുറച്ച് ഇമ്പ്യൂരിറ്റീസ്, വേറെ കുറച്ച് ഇമ്പ്യൂരിറ്റീസും കൂടി ചേരുമ്പോൾ കളറിൽ വ്യത്യാസം വരും. അതേപോലെ തന്നെ ഈ ക്രിസ്റ്റൽ ഫോർമേഷനിൽ ഇതിന്റെ രൂപം അറ്റൈൻ ചെയ്യുന്നുണ്ട്. ബട്ട് എന്തല്ല, ആ ഘടകങ്ങൾ അതിനകത്ത് എല്ലാ ക്രിസ്റ്റലിനും ഒരുപോലെ അല്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ക്രിസ്റ്റൽ എടുത്ത് നോക്കിയാൽ അതിന്റെ പുറമേ വേറെ ചില പല രൂപത്തിലുള്ള ക്രിസ്റ്റൽ അടിയിൽ ചേർന്നിരിക്കും. ഒരു ക്രിസ്റ്റൽ നമ്മൾ ജനറൽ ആയിട്ട് നോക്കുമ്പോൾ ഉപ്പിന്റെ പരല്ലേ അതിലിരിക്കുന്നു. അതിൽ തന്നെ കടലിലുള്ള മിക്കവാറും ഉണ്ട്. കടലുപ്പ് നമ്മൾ വാങ്ങുന്ന കല്ലുപ്പ് വാങ്ങി ഉപയോഗിക്കണം എന്ന് പറയുന്നത് റിഫൈൻഡ് അല്ലെങ്കിൽ അതിന്റെ ഗുണം എന്താണ്? അതിൽ അനേകം ലവണങ്ങളുണ്ട്, വെറും സോഡിയം ക്ലോറൈഡ് മാത്രമല്ല. കടലിൽ എല്ലാ ലവണങ്ങളും കടൽ വെള്ളത്തിലുണ്ട്. അവ ലവണമാകുമ്പോൾ ഒരു മൈന്യൂട്ട് എമൗണ്ട് ഇതിനകത്തുണ്ട്. ഇപ്പൊ അയഡൈസ്ഡ് സാൾട്ട് എന്ന് പറയുന്നതിനേക്കാളും നമ്മുടെ കല്ലുപ്പിൽ തന്നെ ആവശ്യത്തിനുള്ള അയഡിൻ ഉണ്ട്. അയഡിൻ കാണും. ആ അയഡിൻ അല്ലെങ്കിൽ ഇല്ലാതെ വരില്ല. പ്രകൃതിയുള്ള എല്ലാത്തിന്റെയും അല്പശ ഈ ക്രിസ്റ്റൽസുകളിൽ സൂക്ഷിക്കപ്പെടും എന്ന ഒരു യഥാർത്ഥം നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അത് ഈ പ്ലാന്റ്സ് ചെയ്യുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. വർഷങ്ങളോളം പഴക്കമുള്ള ഈ എലിമെന്റ്സിനെ ഇതിനകത്ത് സൂക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ ഈ ഭൂമിയിലുള്ളതുപോലെ തന്നെ എല്ലാ പ്ലാന്റ്സിലും ഉണ്ട്. ഇപ്പൊ ഞാനിപ്പോ 150 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആമയുടെ തോടെടുത്ത് കാൽസ്യം പരിശോധിച്ചിട്ട് ആ കാൽസ്യം മതി എനിക്ക്, അല്ലെങ്കിൽ എന്റെ എന്റെ ശരീരത്തിലുള്ളത് ആ കാൽസ്യമാണെന്ന് പറഞ്ഞാൽ ബുൾഷിനെസ് ആയി കൂളായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാല് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഈ പ്രകൃതിയിൽ നിന്ന് അന്ന് എന്ത് മാറ്റം വന്നു? ഈ തിരകൾ എന്നും വരുന്നു, കടൽ തിര എന്ന് വിചാരിച്ചു കടൽ വെള്ളം എത്രയോ പൊട്ടൻറ്റൈസേഷൻ ആയിട്ട് നടന്നിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നമുക്ക് കേൾക്കാൻ പറ്റുമോ? അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും കോൺട്രവേഴ്സ്യലായിട്ട് മാത്രമേ കാണാനും അറിയാനും പറ്റുള്ളൂ. അതുപോലെ ഈ വാഗായിട്ട് ചിന്തിക്കുക, വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ക്രിസ്റ്റലിന്റെ സ്റ്റഡി എന്ന് പറയുന്നത് നല്ല രീതിയിൽ ക്രിസ്റ്റൽ എന്ന വേർഡ് തന്നെ നാം പറയാറുണ്ട്, വളരെ ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ക്രിസ്റ്റൽ എന്ന് പറയുന്നതിന്? ശരിക്കും പറഞ്ഞാൽ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ വലിയ ഒരു ചാൻസ് ആണ് പഠിക്കാനും അവയുടെ ഫിസിയോളജി, അവയിൽ നിന്നുണ്ടാകുന്ന ഇത് നമ്മൾ ഈ മരുന്ന് അല്ലെങ്കിൽ നമ്മുടെ മെഡിസിന്റെ സ്റ്റഡിയിൽ നമുക്ക് എന്താണ് ഈ തരത്തിൽ കൂടുതലായിട്ട് കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ മുന്നോട്ട് ചിന്തിക്കാൻ വളരെയേറെ താല്പര്യം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ സ്റ്റഡി. നെക്സ്റ്റ്, എല്ലാവർക്കും അറിയാം നമ്മുടെ ദശപുഷ്പങ്ങളിൽ ഒന്നാണ് ചെറുള. ചെറുള എന്ന് പറയുന്നത് എർവലാനേറ്റ എന്നാണ് അതിന്റെ സ്പെല്ലിങ്, AERVA എന്നാണ്, എർവലാനേറ്റ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഈ പാർട്ട് ഞാൻ മുഴുവനും പ്ലാന്റ് മൊത്തമായിട്ടാണ് ഞാൻ അരച്ച് ഇതിന്റെ സൊല്യൂഷൻ തയ്യാറെടുത്ത് ക്രിസ്റ്റൽ കണ്ടത്. ആ വലതുവശത്ത് കാണുന്നത് ഇത് ഉണങ്ങി ആ പൂക്കൾ ധാരാളമായിട്ടുള്ള ഒരു ഔഷധത്തിന് ഈ വലതുവശത്ത് ഉണങ്ങിയതാണ് ഉപയോഗിക്കുന്നത്, പച്ചയും ഉപയോഗിക്കും. ഇപ്പൊ ഈ എർവലാനേറ്റ ചെറുള്ളയുടെ ഉപയോഗങ്ങൾ വളരെ കൂടുതലാണ്. നമ്മൾ ഔഷധ കഞ്ഞികളിലൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വളരെയേറെ ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ കാര്യങ്ങളിലെ വ്രണങ്ങൾക്ക് എന്നു വേണ്ട ഈ ഔഷധ സസ്യങ്ങളിലെ ഈ ദശപുഷ്പങ്ങളിലെല്ലാം ഓരോന്നും ഒറ്റമൂലികളായിട്ട് ഒരുപാട് ഉപയോഗമാണ്. ഓരോ നാട്ടിനും ഓരോ ഉപയോഗമാണ്. അവയ്ക്കെല്ലാം നല്ല ഫലവുമുണ്ട്, നല്ല പാരമ്പര്യമുണ്ട്. അപ്പോൾ ഔഷധ സസ്യങ്ങളെ കുറിച്ച് എടുക്കുകയാണെങ്കിൽ ഈ ചെറുള എന്തിനുള്ളതെന്ന് ചോദിച്ചാൽ ഒരാൾ പറയും അത് വ്രണങ്ങൾക്ക് കൊള്ളാം, ത്വക്കിന് കൊള്ളാം, എണ്ണ കാച്ചി ഇടാൻ കൊള്ളാം. വേറെ ആൾ വന്ന് അരച്ചു കലക്കി കുടിച്ച ഡയബറ്റീസിന് കൊള്ളാം, പ്രഷറിന് കൊള്ളാം, ക്യാൻസർ, ആന്റി ക്യാൻസർ പ്രോപ്പർട്ടി ഉണ്ട് എന്നൊക്കെ പറയുന്നത്. എന്താണ് അത് ഇന്ന് മനസ്സിലാകുന്നത്? നമുക്കിതൊന്നും അല്ല കാര്യം. ഈ ആന്റി ക്യാൻസർ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ മെഡിസിൻസിന്റെ സാധാരണ രീതിയിലുള്ള എക്കോളജിയോ അല്ലെങ്കിൽ
എക്കണോമിയോ ഒന്നുമല്ല പ്രധാനം. നമുക്കിതിന്റെ ആപ്ലിക്കബിലിറ്റി ഈ ബോഡിയിൽ ഈ വസ്തു എങ്ങനെ വർത്തിക്കുന്നു, എന്തിനെയൊക്കെ ആകുന്നു എന്നതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോഴാണ് ഈ മെഡിസിൻ എല്ലാം ഒന്നാകുന്നത്. എല്ലാ മെഡിസിൻ സമ്പ്രദായങ്ങളും പ്രവർത്തിക്കുന്നത് ഒരു പ്രിൻസിപ്പിൾ വഴിയുള്ളൂ. അല്ലെങ്കിൽ അനേക വഴികളിലൂടെ എന്നാലും ഇപ്പൊ സിമിലിയസ് ക്യുറൻറ്റർ അല്ലാതെ ഈ ക്യൂറേറ്റീവ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ നമുക്ക് ശരിക്കും ഹോമിയോപ്പതിക്കാർക്ക് ഒരിക്കലും ആരും പറഞ്ഞു കൊടുക്കണ്ട. മറ്റുള്ളവർ പോലും ഇത് അംഗീകരിച്ചു വരികയാണ്. പ്രിൻസിപ്പിൾ ഓഫ് ദ ക്യൂർ എന്ന് പറയുന്നത് സിമിലിയസ് ക്യുറൻറ്റർ ആണ്. അത് ഇപ്പോ അലോപ്പതിയുടെ പല മരുന്നുകളും നമ്മളിപ്പോ കോൺട്രേറിയ വെച്ച് നോക്കിയിരുന്നാലും, ഹെട്രോപ്പതി വെച്ച് നോക്കിയിരുന്നാലും, ഐസോപ്പതി വെച്ച് നോക്കിയിരുന്നാലും, ആന്റിപ്പതി എന്നായിരുന്നാൽ പോലും ഇതിന്റെ ആക്റ്റീവ് തലം എന്ന് പറയുന്നത് ഈ സിമിലിയ എന്ന് പറയുന്നതാണ്. അതാണ് ഈ മൈന്യൂട്ടസ്റ്റ് പോയിന്റിൽ ആക്റ്റീവ് ആയിട്ടുള്ള വർത്തിക്കുന്ന യഥാർത്ഥ കാര്യം എന്നുള്ളത് നമുക്ക് സൂക്ഷ്മമായിട്ട് മനസ്സിലാവും, എളുപ്പം മനസ്സിലാവും. മറ്റുള്ളവർക്ക് അത്തരത്തിൽ കാണാൻ വലിയ പാടാണ്. കാരണം അവരുടെ ഒരുപാട് ജാലകങ്ങൾ അടച്ചാണ് അവരൊക്കെ ഓരോ ഡിഗ്രി എടുക്കുന്നത്. അത് മുഴുവൻ അടച്ച് പൂട്ടിയിട്ട് അവർ കാണാതെ വന്നിരിക്കുന്ന മെഡിക്കൽ വിഭാഗക്കാർക്ക് നമ്മളിപ്പോ ചെന്നിട്ട് ഇത് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പറഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ചെറിയ കാര്യങ്ങൾ തന്നെ എല്ലാം മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് അവർ തഴഞ്ഞുകളായി. അത്തരത്തില് നമുക്ക് ഒരുപാട് നഷ്ടം നമ്മുടെ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. കാലം കൊണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ രീതിയിലുള്ള സ്റ്റഡി ഇപ്പോൾ കൂടുതൽ ഇങ്ങനെയുള്ള ഇതിൽ ശ്രദ്ധിക്കണം എന്നും കൂടെയാണ് എനിക്ക് ഇപ്പോൾ താല്പര്യം പറയുന്നത്. ഈ ഡയബറ്റീസിനും കല്ല് കളയുന്നതിന് യൂറിനറി കല്ല്, അതായത് മൂത്രശയ സംബന്ധമായിട്ടുള്ള കല്ലിനൊക്കെ ഇത് ഉപയോഗിക്കുന്നവരുണ്ട്. ദശപുഷ്പങ്ങളിൽ ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നാച്ചുറലി ഇത് കല്ലിനും ഡയബറ്റീസിനും പ്രഗ്നന്റ് സ്ത്രീകൾക്ക്, അതായത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്കും ഇത് അവരുടെ പനി അതുപോലുള്ളതൊക്കെ ബ്ലഡ് നിൽക്കുന്നതിന് ഈ ചെറുവിള ഉപയോഗിക്കുന്നതായിട്ട് അറിയാം. നെക്സ്റ്റ് ഇതിന്റെ ക്രിസ്റ്റൽ എന്ന് കാണിക്കുക. ചെറുവിള എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. എന്റെ പുസ്തകത്തിൽ പ്രധാനമായിട്ടും പ്രതിപാദിപ്പിക്കുന്ന രണ്ടാമത്തെ ഒന്ന്, ഈ ചെറുവിള എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഉരുള കാണുമല്ലോ. അതിന്റെ മുകളിലേക്ക് നോക്കിയാൽ കാണാം റൈറ്റ് സൈഡിൽ ഒരു ക്രിസ്റ്റൽ കണ്ടോ. ഇത് നമുക്ക് കാണാം ഒരു ഉരുള പോലെ. അത് യഥാർത്ഥത്തിൽ ഒരു ഡയമെൻഷനലായിട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ ക്രിസ്റ്റലിന്റെ രൂപമുണ്ട്. പക്ഷെ എനിക്ക് അത് എത്ര വലുതാക്കിയിട്ടും ചെറുതാക്കിയിട്ടും ഈ ഉരുള രൂപത്തിൽ നിന്ന് മാറാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു കണ്ടെത്തലായിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് പറയുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ക്ലാസ്സുകളിൽ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ഒരു തമാശ പറയാൻ വേണ്ടി എനിക്ക് അവസരങ്ങൾ ഒരുപാടുണ്ട്. കാര്യം ഈ പേരുമായിട്ട് ചേരുമ്പോൾ അങ്ങനെയുള്ള ചില കണ്ടെത്തലുകളും ഞാൻ ഈ പുസ്തകത്തിൽ കാണാനിടയായി. നമുക്കത് വളരെ ഇൻട്രസ്റ്റ് ഉള്ളതായിരിക്കും. കേൾക്കുന്നവർക്ക് അതിനകത്തുനിന്ന് ഇതൊക്കെ ഈ പുസ്തകം കാണാനും ആ രീതിയിൽ ഇതിനെ ഒബ്സർവ് ചെയ്യാനും ഒരു വ്യൂ ആയിട്ട് അത് സഹായിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത്, ഇപ്പോ എന്നെ കാണാൻ കഴിയുന്നില്ല, എന്റെ പടം പിക്ചർ മാറിപ്പോയെന്നാണ്. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാം. കേൾക്കാം. കാണുകയും ചെയ്യാം. സാറേ ഞാൻ അപ്പൊ അടുത്തത് കാണിക്കോ. ചിത്തിരപ്പാല. ഇത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ചിത്തിരപ്പാല, അതിന്റെ ഹെഡ് കണ്ടില്ലേ? മുകളിലോട്ട് പോകുന്നതോറും വലിയ ലീഫായിരിക്കും, താഴെ ഇരിക്കുന്നത് ചെറിയ ലീഫായിരിക്കും. അതാണ് ഈ പ്ലാന്റിന്റെ ഒരു പ്രത്യേകത. ചില പ്ലാന്റ്സിന് മാത്രമേ ഇങ്ങനെ ഉള്ളതുള്ളൂ. അതായത് ഇപ്പൊ അടിയിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന ആ കോട്ടിലിടൻ, അതായത് ആദ്യത്തെ ലീഫ് വരെ ഉണ്ട്, ഇവിടെ കാണും. അത് ചെറുത്, അടുത്തത്ര കൂടെ വരുന്നത് മുകളിലോട്ട് വലിയ ലീഫായിട്ട് ഇങ്ങനെ നിൽക്കും. എന്നാലും അത് ഏതാണ്ട് ഒരു 15.5 30 സെന്റിമീറ്റർ ഒന്നും കാണില്ല. സാധാരണ നമ്മുടെ നാട്ടില് 15 സെന്റിമീറ്ററിന് താഴെയാണ് കാണുന്നത്, നീണ്ടു നിൽക്കുന്നതാണ്. എന്നാലും നല്ല ഹെൽത്തി ആയിരിക്കും. ഇത് ഒരിക്കലും വളർന്നു പോലും. ഈ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുമെങ്കിൽ അത് നല്ല ഒരേപോലെയുള്ള ലീഫും കാണും. കാരണം ഇതിന്റെ സ്ട്രക്ചറിൽ തന്നെ ഉള്ളതാണ്. ഈ ചെറിയ ലീഫും വലിയ ലീഫും വളർന്നു വരുന്നത് അതിന്റെ സ്വഭാവമാണ്. ഇതില് ഈ ചിത്രപ്പാലയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒടിക്കുമ്പോൾ ഒരു വെളുത്ത കറ വരും. അതൊരു റെസിനാണ്. അതിന് നമ്മളിപ്പോ ഡോക്ടർ ലീലാവതി മേഡം ഒരിക്കൽ ഞാൻ ചെന്ന് പറഞ്ഞാൽ അത് പണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. മുള്ളൊക്കെ കൊള്ളുന്നിടത്ത് സലീഷ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതിനെ ഈ കറ ഉപയോഗിച്ച് തൊട്ട് വെച്ചാൽ അത് ഇൻഫ്ലെയിം ചെയ്ത് പുറത്ത് വന്ന് പോകും. അതിനും ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. മിൽക്കി ആയിട്ടുള്ള ഒരു സാധനമാണ് ഇങ്ങനെ യൂസ് ചെയ്ത് വരും. മുടിച്ചാൽ ഫോറിൻ പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യുന്നതിന് ഇത് ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്നത്, നാച്ചുറലായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. പനി, ആസ്മ, ചുമ ഇതിനൊക്കെ വളരെ നല്ല ഉപയോഗമുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിന് എൽ ഇനോസിറ്റോളും ആൻഡ് സാന്തോർ ആമിനിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലൈൻ ഉണ്ട്. ആൽക്കലൈൻ സബ്സ്റ്റൻസസും ഒക്കെ ഈ ഫൈറ്റോകെമിക്കൽസിനെ പല വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആൽക്കലി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത് ക്ഷാര സ്വഭാവമുള്ള ആൽക്കലി, അത്തരത്തിലുള്ള ഒരു ഘടകമാണ്. ഇതിനെ ചാരമായിട്ട് എടുത്താലും നമുക്ക് അതിൽ ഉപ്പ് അറിയാൻ പറ്റും. ഇതിനെ ഞാൻ ചാരത്തിൽ നിന്നും നമുക്ക് ഇതിന്റെ ക്രിസ്റ്റലുകളെ കാണാൻ സാധിക്കും. ഇപ്പൊ ഇതിന്റെ റൈറ്റ് സൈഡില് ഈ ക്രിസ്റ്റലുകളിലെ സ്റ്റഡിയിൽ കൂടുതലായിട്ട് 3 ഡയമെൻഷനലായിട്ടുള്ള ഇത്
അല്ല, കൂടുതലും ഈ പരന്ന രീതിയിലുള്ള അമോർഫസ് ആയിട്ടുള്ളവ പിന്നീട് ബ്ലൈഡായിട്ടും ഇങ്ങനെ ഈ എന്താണ് പറയുന്നത് ബ്ലൈഡായിട്ടും ഈ ഈ പൊളിയായിട്ടും കാണുന്ന ക്രിസ്റ്റൽസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഫ്ലവറും നമുക്ക് കാണാൻ കഴിയുന്ന ചിത്തിരപ്പാല എന്നാണ് ഇതിന്റെ പേര്. എനിക്ക് ഇതിന്റെ ഇത് യൂഫോർബിയ ഹിർട്ട, ഇതിനെ ഹിർട്ട എന്നാണ് നമ്മളെ ഇംഗ്ലീഷിൽ എടുത്ത് പറയുന്നത്, ഹിർട്ട. ഞാനിപ്പോൾ അതിന്റെ മൊത്തമായിട്ടാണ് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ഇതിനെ ആസ്മ പ്ലാന്റ് എന്നും പറയും. നെക്സ്റ്റ്, അടുത്തത് ഒണിയനാണ്. നമുക്കറിയാം ചെറിയ ഉള്ളി, ചുവന്നുള്ളി, കൊച്ചുള്ളി എന്നൊക്കെ പറയും. അലിയം സെപ്പ, നമ്മുടെ അലിയം സെപ്പ തന്നെ നമുക്ക് ഒരുപാട് ഉപയോഗമുള്ളതാണ്. വളരെ വലിയ രോഗങ്ങളൊക്കെ പറയുന്നുണ്ട്. നീയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, മുറിച്ചാമ്പിട്ടിട്ട് നീ, പിന്നെ കാലിന്റെ വെള്ള, അതായത് ഹീല് രോഗങ്ങളെ, ഷൂ ബൈറ്റ്, ഇങ്ങനെ പിന്നെ ചെറിയ രോഗങ്ങളായ ജലദോഷം എന്ന് പറയാമല്ലോ. ഹോമിയോപ്പതിയിൽ നമ്മൾ അലിയം സെപ്പ എന്ന് കേൾക്കുമ്പോൾ തന്നെ ജലദോഷമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കണ്ണിന് കൂടി ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ മറ്റേ യുഫ്രേഷ്യ നമ്മൾ ഉപയോഗിക്കും. എന്നാൽ കൂടുതൽ ഇറിറ്റന്റ് ആയിട്ടുള്ള ഒരു സാധനം നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ് ചെറിയ ഉള്ളി, ചുവന്നുള്ളി. ഞാൻ ഈ ഉള്ളിയുടെ മൊത്തമായിട്ടുള്ള ഭാഗമാണ് ഇതിനകത്ത് ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. ഉള്ളിയെ കുറിച്ച് ഞാൻ വളരെ കൂടുതലായിട്ട് കുറെ എഴുതി വെച്ചിട്ടുണ്ട്. 1500 BC മുതലേ നമ്മൾ ഫുഡിൽ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ്. അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകം ചിന്തിക്കണം. നമ്മൾ ഇത്രയും വളരെയേറെ വിലപ്പെട്ട ഈ അലിയം സെപ്പ നമ്മുടെ ഒരൊറ്റ ഡ്രോപ്പ് മതി. ഞാൻ ഒരുപാട് കേസിൽ നമുക്കിപ്പോൾ ജലദോഷത്തിന്റെ അലിയം സെപ്പ ഉപയോഗിച്ചാലുള്ള ഫലം നമ്മളിപ്പോൾ വ്യക്തമായിട്ട് കണ്ട് അറിയുന്നതാണ്. പക്ഷെ നമ്മൾ 1500 BC മുതൽ മനുഷ്യരാശി ഈ ചെറിയ ഉള്ളിയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മുടെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ വളരെയേറെ സ്പെസിഫിക് സൈറ്റിലും ലൊക്കേഷനും സെൻസേഷനും മൊഡാലിറ്റീസിലും എല്ലാം വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് ഹയർ പൊട്ടൻസിയിലാണ്. എന്ന് പറഞ്ഞാലും ഈ തരത്തിലുള്ള സാധനങ്ങൾ എക്സസീവായിട്ട് നാം ഡെയിലി ഉപയോഗിക്കുന്നവയുമാണ്. അപ്പൊ ഇത് രണ്ടിന്റെയും പ്ലെയിൻ ബോഡി തിരിച്ചറിയുന്നതിന് നമുക്ക് ഘടകങ്ങളുണ്ട്. നമ്മളിപ്പോ T സെൽസ് അതുപോലുള്ളതൊക്കെ നമുക്ക് വളരെ കൂടുതലായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് സ്റ്റഡി വന്നിട്ടുണ്ട്. എന്നാൽ കൂടിയും നമ്മുടെ ഫിസിയോളജി, നമ്മുടെ അനാറ്റമിയും വെച്ച് നോക്കുമ്പോൾ നമുക്കിത് ആ നിലയിലേക്ക് കൊണ്ടുപോയാലും പോകുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഈ ലെവലിലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഈ ഡൈനാമിക് ലെവലിലുള്ള സ്റ്റഡി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഞാൻ നമ്മുടെ ക്രിസ്റ്റൽസിന്റെ സ്റ്റഡി ഈ ഡൈനാമിക് ആയിട്ടുള്ള വൈറ്റാലിറ്റിയുമായി എങ്ങനെ ബന്ധപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഈ ക്രിസ്റ്റൽസിന് ഞാൻ വേറൊരു കാര്യം ഇടയ്ക്ക് കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്, വൈബ്രേഷണൽ സ്റ്റേറ്റ് എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ്, 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഐഡിയ തോന്നി. ഞാൻ ഒരു പേപ്പറിൽ അത് കുറെ എഴുതുകയുണ്ടായി. അതായത് എല്ലാ വസ്തുക്കളും ഇപ്പൊ ഭൂമിയെ തന്നെ നമ്മളിപ്പോ ആറ്റോമിക് ലെവലിൽ വളരെ ചുരുക്കി ഇതിനിടയ്ക്കുള്ള സ്പേസ് എല്ലാം കുറച്ച് വന്നാൽ ആകെ കൂടി അതൊരു ചെറിയ ബാളിന് അത്രേ കാണുള്ളൂ. ഈ ഇടയ്ക്കുള്ള സ്പേസ് വളരെ വിശാലമാണ്. നാം വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. ഒരാറ്റത്തിന്റെ സ്പേസ് ഇടയ്ക്ക് ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസും ഉണ്ട്, പിന്നെ ന്യൂക്ലിയസും ഉണ്ട്. ഇവയ്ക്ക് യഥാർത്ഥത്തിൽ ഈ എല്ലാം കൂടി നോക്കുമ്പോൾ ആറ്റം എന്ന് പറയുന്നത് ഒന്ന് അടുത്ത് വെക്കുകയാണെങ്കിൽ, കുറെ കൂടി ഞെരുക്കി വെക്കുകയാണെങ്കിൽ വളരെ ചെറുതായിരിക്കും. സ്പേസ് വളരെ കൂടുതലുള്ള ഒരു സംവിധാനമായിട്ടാണ്, എനർജിയുടെ ഒരു വിശേഷമായിട്ടാണ് നിൽക്കുന്നത്. മാത്രമല്ല ഇതെല്ലാം വൈബ്രേഷനിലാണ്. ഈ മോളിക്യൂൾസ് എല്ലാം പ്രത്യേകമായിട്ട് ഇങ്ങനെ ദ്വാലനം എന്നാണ് മലയാളം, ദ്വാലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഈ പ്രകമ്പനം അല്ലെങ്കിൽ ഇതിന്റെ ദ്വാലനം, ഇതിന്റെ വൈബ്രേഷണൽ സ്റ്റേജ് നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ശരീരത്തിന്റെ എനർജിയിലാണ് ഇത് കൂടുതലായിട്ടും നമുക്ക് ആക്റ്റീവായിട്ട് അറിയുന്നത്. ദൈവം മനുഷ്യനെയും ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് ഈ പ്രകൃതിയിലെ മറ്റു മൂലകങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടി ആണ് എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു. ഇതിലുള്ള കെമിക്കൽസുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുന്നത് കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വേണം. ഇപ്പം നമ്മൾ പുറത്തുനിന്നുള്ള ഒരു എലിമെന്റിനെ നമ്മുടെ ശരീരത്തിലെ പ്ലാന്റ്സിലുള്ള എലിമെന്റുമായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അത് വേറൊരു വൈബ്രേഷണൽ സ്റ്റേറ്റില് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് എൻ്റെ പിതൃമഹാങ്ങളിൽ ഉണ്ടായിരുന്ന കാൽസ്യമല്ല എൻ്റെ ഈ ചെറിയ സെല്ലിൽ എനിക്കുന്നുള്ളത്. കഴിഞ്ഞ വർഷം ഞാൻ കഴിച്ച ആഹാരത്തിന്റെ ഭാഗങ്ങളല്ല എൻ്റെ ശരീരത്തിൽ നിന്നുള്ളത്. നാളെ ഞാൻ വേറെ കഴിക്കുമ്പോൾ ഇതെല്ലാം അബോർട്ട് ചെയ്തു പോകാൻ, അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് എന്നിൽ ചേർന്ന് വരാം. ഇത്തരത്തിലാണ് എലിമെന്റൽ സ്റ്റഡി എന്ന് പറയുന്നത്. നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസിനെ കുറിച്ചും ഈ ഹോമിയോപ്പതിക് മെഡിസിൻസിലുള്ള എലിമെന്റ്സിനെ കുറിച്ചും അതേപോലെ തന്നെ ബയോകെമിക്കലുകളെ കുറിച്ചും നമ്മൾ വ്യത്യസ്തമായിട്ടും നമ്മൾ വായിക്കേണ്ടതാണ്. നമുക്ക് വ്യത്യസ്തമായിട്ടുണ്ട്. അങ്ങനെ വായിക്കാതെ ഈ മെറ്റീരിയൽ മെഡിക്കലിൽ എങ്ങനെ രൂപീകരിച്ചു? ഞാൻ ഒരിക്കൽ വന്ന് ക്ലാസ്സിൽ എന്നോട് ചോദിച്ചു, എനിക്ക് പുറത്തിൽ പറയുന്നതിൽ പ്രയാസമുണ്ട്, അങ്ങനെ വരുമോ എന്തോ. എന്തായാലും ആ കേൾക്കുന്നവർ ക്ഷമിക്കട്ടെ, ഹനുമാൻ തന്നെ ക്ഷമിക്കട്ടെ. ഹനുമാൻ 10 ഒരുപാട് മെഡിസിൻസ് പ്രൂവ് ചെയ്തിട്ട് സ്വന്തം ശരീരത്തിൽ ഇത്രയും എലിമെന്റ്സ് ഒക്കെ പ്രൂവ് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് ഈ പ്രൂവിംഗ് പത്രങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞില്ലല്ലോ. ഒന്ന് കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞു, എങ്ങനെയൊക്കെയാണ് ശരീരത്തിൽ പിന്നെ ചെയ്തത്, അതിലുള്ള എലിമെന്റ്സിൽ വരുന്ന ചേഞ്ചസ് പിന്നെ ഉള്ളതിനെ ബാധിച്ചിട്ടില്ലേ
എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ അനേകം മെഡിസിൻസ് നമ്മൾ ഉപയോഗിക്കുകയും പ്രൂവ് ചെയ്യുകയും ചെയ്യുമ്പോൾ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളും എല്ലാം മറന്നു പോകുന്നു. നമ്മൾ ഈ വളരെ കൂടുതൽ എൻടാഞ്ചിൾമെന്റ്, പിന്നെ മെഡിസിനൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയണ്ടേ, വേവലിന്റെ ഹയർ ലെവലിലേക്ക് ഹോമിയോപ്പതിയെ കുറിച്ച് നാം വളരെ കൂടുതൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അപ്പൊ എല്ലാം തന്നെ കറക്റ്റുമാണ്. ഒരു ലെവലിൽ അല്ലെങ്കിൽ വേറെ ലെവൽ അവയെ കുറിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ പോലും ഈ മനുഷ്യ ശരീരത്തിനെ കുറിച്ച് അനാറ്റമി ഫിസിയോളജി നമ്മൾ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഇത് ഉണ്ണിയനെ കുറിച്ച് പറഞ്ഞ് ടീച്ചർ ഡോക്ടറെ എന്താണ് ടൈം പോയോ? ഇപ്പൊ 3 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഇത് മുതൽ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് എടുക്കാം. നിർത്താം. അല്ലെ ഈ ഒരു ക്ലിസ്റ്റൽ ഓടിച്ചു വിട്ടാൽ ശരിയാകത്തില്ല. ആ സാരമില്ല. നെക്സ്റ്റ് ഞാൻ എന്തായാലും അടുത്ത ഒരു ക്ലാസ്സിൽ കൂടെ വരാൻ എനിക്ക് കഴിയുമല്ലോ. അപ്പൊ ഇത് കണ്ടോ, ഈ കിടക്കുന്നത് ഇത് അലിയം സഭയുടെ നല്ലൊരു ക്രിസ്റ്റലാണ്. ഈ റൈറ്റിൽ കണ്ണ് പോലെ തിരിഞ്ഞു കിടക്കുന്നത് ഈ ക്രിസ്റ്റൽ വളഞ്ഞ് അങ്ങോട്ട് കിടക്കുന്നതാണ്. അപ്പൊ ഞാനിവിടെ വെച്ച് എന്റെ ഈ ക്ലാസ് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. അടുത്ത ദിവസത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഫോറത്തിന്റെ ഈ ക്ലാസ് ഇത്രയും നേരം ശ്രമിച്ചത് നമുക്ക് എന്റെ നമസ്കാരം. നന്ദി ഡോക്ടറെ. ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അത് നമുക്ക് ധൃതി വെച്ച് പോകണ്ടെന്ന് ഉദ്ദേശിച്ചും കൂടെയാണ്. നമുക്ക് അണിയൻ പ്രത്യേകിച്ച് നമുക്കൊന്ന് വ്യക്തമായി അറിയണം. സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിനും കൂടെയാണല്ലോ. ഇതിൽ പല സംശയങ്ങളും കാണും. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകം ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണം. ഈ ക്ലാസ് തുടർന്ന് കാണും. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? മഷൂർ ഡോക്ടറെ, ഇത് ഡോക്ടർ അനിൽകുമാറാണ്. അനിൽകുമാർ ഡോക്ടറെ അറിയാലോ. സ്റ്റാച്യൂല് ഡോക്ടർ വന്നിട്ടുണ്ട് അവിടെ. ഡോക്ടർ അനിൽകുമാറാണ്, IAPH ട്രഷററാണ്. പിക്ചർ കാണുന്നില്ല. പിക്ചർ കാണുന്നില്ല. ഞാന് വേറെ സ്ഥലത്ത് നിൽക്കുകയാണ്. പിക്ചർ കാണിക്കാൻ പറ്റൂല. ഡോക്ടർ അനിൽകുമാർ സ്റ്റാച്യൂല് ഗാന്ധാരിയമ്മ കൊണ്ടോളൂ. ഡോക്ടർ നമ്മൾ ഒരാളല്ലേ ഉള്ളൂ. ശരി, അത്രേ ഉള്ളൂ. അല്ല, വളരെ വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഡോക്ടർ ഈ ബുക്ക് എനിക്ക് പണ്ട് കൊണ്ട് തന്നിട്ടുണ്ട്. ശരിയാ. ശരി, ഓർമ്മയില്ലേ ഡോക്ടർ? തിരുവനന്തപുരത്ത് ക്യാൻസർ. അതെ അതെ, എനിക്കറിയാം. ഞാനൊരു ഡോക്ടറെ ഡോക്ടർ എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ടല്ലോ. നമുക്ക് അതിൽ അസൈറ്റിസ് എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടൊന്നും താങ്ങാൻ പറ്റുന്നില്ല. അദ്ദേഹം വളരെ ലേറ്റ് സ്റ്റേജിലാണ് വന്നത്. ഞാൻ ഇവിടെ വന്നപ്പോ തിരുവനന്തപുരത്ത് കിട്ടിയ ആദ്യത്തെ കേസായിരുന്നു. ഞാൻ പറയുകയും ചെയ്തല്ലോ, നമുക്ക് അതിപ്പം ഡോക്ടർ അങ്ങനെ ചിന്തിക്കണ്ട. എല്ലാ കേസും ശരിയാവുന്നു ചിന്തിക്കണ്ട. നമുക്കൊരു എന്താ പറയാ, ചേട്ടൻ സാറ് പറയുമ്പോൾ ഒരു 50% റിസൾട്ട് കിട്ടിയാൽ പോലും നമുക്ക് വിജയമാണ്. RCC പോയാലും അത്ര റിസൾട്ട് ഇല്ല ഡോക്ടറെ. പറയാമെന്ന് പറഞ്ഞിരുന്ന വേറൊരു കേസുണ്ട്. ഇതിലുള്ള മരുന്ന് കൊടുത്തത് തന്നെ കറിവേപ്പിലയൊക്കെ കൊടുത്തതിന്റെ. ഞാൻ ഇങ്ങനെ പറയാം ഒരു തമാശ. അല്ല, ഇത് 100 കൊല്ലത്തിന് മുമ്പേ അദ്ദേഹം എഴുതി വെച്ചപ്പോഴേ അദ്ദേഹത്തിന് എന്തോ ഒരു ഇൻഡ്യൂഷൻ ഉള്ളതുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റിയത്. നമ്മള് ഇപ്പൊ ബഷീർ ഡോക്ടർ ആയാലും നമ്മളെല്ലാം ഇതിന്റെ ഒരു ഭാഗമാക്കാൻ കിട്ടിയ ഒരു വലിയ ഭാഗ്യമല്ലേ. അതെ, ശരിയല്ലേ? പിന്നെ ജീവിതത്തിൽ ഒരു ട്വിസ്റ്റ് അല്ലേ അത്. ഓരോ ഹോമിയോപ്പതിക്കാർക്ക് അഭിമാനിക്കാം. കാരണം അന്ന് കണ്ടുപിടിച്ചപ്പോൾ ആ സംഭവം. ഇപ്പൊ എന്തായാലും മറിയാമ്മ ഡോക്ടർ തിരക്കിലാണ്. അല്ല, അനിൽകുമാർ ഡോക്ടർ നന്ദിയും കൂടെ പറയണമെന്ന് പറയും. തീർച്ചയായിട്ടും മഷൂർ ഡോക്ടറിന്റെ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു വർക്കാണ്. കാരണം വെച്ചാൽ ഇത്രയും ഡീപ്പായിട്ട് പോയിട്ട് ഓരോന്നിനും മെനക്കെടുത്ത് കൊല്ലങ്ങളോളം സമയം കളഞ്ഞ് സ്റ്റഡി ചെയ്തെടുത്ത ആ വർക്കിനെ സത്യം പറഞ്ഞാൽ IAPHന്റെ പേരിൽ നമുക്ക് ആർക്കും അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഒരു അപ്രീഷിയേറ്റ് ചെയ്യാം, അത്രയാണ്. അപ്പൊ ആ വർക്ക് ഇനിയും അടുത്ത ക്ലാസ്സിന് വീണ്ടും വരട്ടെ. വന്നിട്ട് നമുക്കത് ഒത്തിരി ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ പലർക്കും ഇതിന്റെ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ജനം കൂടുതൽ കയറാത്തത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ IACP പറഞ്ഞു, IACPയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് ലിങ്ക് ആക്കാൻ. അപ്പൊ അടുത്ത പ്രാവശ്യം ഡോക്ടർ IACP തുടങ്ങാം. എന്തായാലും IAPHന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. നന്ദി അനിൽകുമാർ ഡോക്ടറെ. നമുക്ക് സത്യം പറഞ്ഞാൽ അബ്ദുൽ ലത്തീഫ് സാറിനെ അങ്ങ് ഓർമ്മ വരികയാണ്. കാരണം അതേപോലെയുള്ള ഒരു രീതിയിലൊരു താല്പര്യത്തോടെ ചെയ്യുന്ന ഒരു ഡോക്ടർ, ഇത്രയും നല്ല ഒരു പ്രവൃത്തി ഹോമിയോപ്പതിക്ക് വേണ്ടി ചെയ്യുന്ന ഡോക്ടർക്ക് എത്ര നന്ദി പറഞ്ഞാലും പറ്റുകയില്ല. ഡോക്ടറെ വീണ്ടും ഒന്നല്ല, ഈ ക്ലാസ്സുകൾ മുഴുവനും എടുത്തു തീരുന്നത് വരെ ഞങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരണം.
അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ മൂലകങ്ങൾ എന്നുള്ളൊരു പുസ്തകം കൂടെ ഡോക്ടർക്കുണ്ടല്ലോ. അപ്പം അതും നമുക്ക് വിവരിച്ച് തരണം. എന്തായാലും ഇത്രയും നല്ലൊരു ക്ലാസ് എടുക്കുകയും ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്ന മഷൂർ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ 1701 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായി ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഡോക്ടർ. അപ്പൊ മീറ്റിംഗ് എൻ്റെ ആക്കുവാണേ. ആ.